തീർച്ചയായിട്ടും ഇന്ന് ഒരു ശുഭാപ്തിവിശ്വാസത്തിലാണ്. കാരണം ഈശ്വർ മാൽപ്പയുടെ സംഘം അതിനു പുറമെ നേവി, SDRF, NDRF എന്നീ സംഘങ്ങളും ഉണ്ടാകുമെന്നാണ് ഇന്നലെ അറിയിപ്പ് കിട്ടിയത്. നേവിയുടെ സംഘം ഉണ്ടാകുമെന്നുള്ള ഒരു ഒഫീഷ്യൽ റിപ്പോർട്ട് നമുക്ക് കളക്ടർ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരെ ഒരു പങ്കാളിത്തം നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഇന്ന് ഒരു നല്ല ദിനം തന്നെ ആകുമെന്നാണ് കരുതുന്നത്. എന്തെങ്കിലും ഹോപ്പ് ഇന്ന് ഉണ്ടാകും. അത് 29 ദിവസമായിരിക്കുന്നു. നമുക്ക് ഇന്നലെ ഈ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം പ്രതീക്ഷ മറ്റ് അർജുനിലേക്ക് അധികയിലേക്ക് എത്തി എന്ന ഒരു പ്രതീക്ഷ കുടുംബത്തിനുണ്ട്. ഇന്നലെ ഈശ്വർ മാൽപ്പയുമായിട്ട് സമ്പാദിച്ചതിൽ പ്രകാരം അദ്ദേഹത്തിന് കോൺഫിഡന്റ് ഉണ്ട്. കാരണം ജലത്തിന്റെ അടിയിൽ നല്ല വിസിബിലിറ്റി അദ്ദേഹത്തിന് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ്. ഈ വണ്ടി ഇനി ചളിയിലാണെങ്കിലും അത് ലൊക്കേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന രീതിയിൽ ആണ് നമുക്ക് മനസ്സിലാവുന്നത്. മറ്റൊരു കാര്യം, വിവാദത്തിലേക്കോ ഒന്നും നമ്മൾ കടക്കേണ്ട ഒരു സമയമല്ല എന്നറിയാം. ഇന്നലെ കാർവാർ MLA പറഞ്ഞത് കേരളത്തിന്റെ ഭാഗത്ത് നിന്നും നമുക്കൊരു യന്ത്രം എത്തിക്കാമെന്ന് പറഞ്ഞ് അത് എത്തിക്കാൻ സാധിക്കും. ആ യന്ത്രം ഇന്നെങ്കിലും എത്തിക്കാനുള്ള ഏതെങ്കിലും നടപടി നമ്മുടെ കേരള സർക്കാരിന്റെ ഭാഗത്തുണ്ടായോ? ബന്ധുക്കളുമായി ബന്ധപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അത് അവർ കൊടുത്ത റിപ്പോർട്ട് പ്രകാരം ആ മെഷീൻ ഇവിടെ ഇറക്കാൻ പറ്റില്ല എന്നുള്ള റിപ്പോർട്ടാണ്. അതിൽ ഇനി എന്താണ് തുടർ നടപടികൾ അവർ തന്നെയാണ് അതിന് ഒരു ക്ലാരിറ്റി വരുന്നത്. ഇനി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അന്നത്തെ സാഹചര്യത്തിൽ ഇറക്കാൻ പറ്റില്ല എന്നൊരു റിപ്പോർട്ടാണ്. അത് ഞാൻ കണ്ടിരുന്ന റിപ്പോർട്ടിന്റെ കോപ്പി. ഇനി ഇന്നത്തെ സാഹചര്യത്തിൽ അത് ഇറക്കാൻ പറ്റുമോ എന്നുള്ളത് അവർ തന്നെയാണ് അത് വിലയിരുത്തേണ്ടത്. മറ്റൊരു കാര്യം, ഇപ്പോൾ ജിതിൻ 6:55 അവിടെ എത്തണം എന്നാണ് പറഞ്ഞത്. എന്തായാലും ഇന്നത്തെ തിരച്ചിൽ അതിലേറ്റവും വലിയ പ്രതീക്ഷ തന്നെയാണ് തീർച്ചയായിട്ടും പ്രതീക്ഷ തന്നെയാണ് വെച്ചു പുലർത്തുന്നത്. കാരണം ഇത്രയും നാളത്തെ ഒരു തെരച്ചിലിനൊരു വിരാമം എന്നാണ്. ഇന്നലെയാണ് നമുക്ക് ആ വാഹനത്തിന്റെ ഒരു ഭാഗം എന്ന് പറയുന്ന ഒരു ജാക്കി നമുക്ക് കിട്ടും. അതൊരു നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുള്ളൊരു കാര്യം തന്നെയാണ്. തീർച്ചയായും കുടുംബത്തെ പോലെ തന്നെ നമ്മളും അത് പ്രതീക്ഷിക്കുന്നു. അതാണ് എൽദോ. എന്തായാലും ഇന്ന് വലിയ പ്രതീക്ഷയുടെ ഒരു ദിനം തന്നെയാണ്. ജിതിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ആ ലോറിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ വേഗം അർജുനിലേക്ക് എത്താൻ കഴിയും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് കുടുംബം പങ്കുവെക്കുന്നത്. നമ്മളും അത് തന്നെയാണ്. നമുക്ക് ലോറി ഉടമ മനാഫ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കാരണം ആ ലോറിയുടെ ഭാഗങ്ങൾ ഇന്നലെ മനാഫ്ക്കയാണ് അത് സ്ഥിരീകരിച്ചിരുന്നത്. വലിയ പ്രതീക്ഷയായിരുന്നു ഇന്നലത്തെ അരമണിക്കൂർ തെരച്ചിലുണ്ടായത്. ഇന്നും നമ്മൾ അതേ രീതിയിൽ തന്നെയാണോ? ഇന്ന് കൂടുതൽ ആളുകളൊക്കെ വരുന്നുണ്ടല്ലോ. ഇന്ന് മൽപ്പന്റെ കൂടെ തന്നെ മൽപ്പന്റെ മൊത്തം ടീമും ഇന്ന് വരുന്നുണ്ട്. അതേമാതിരി തന്നെ നേവിയും മറ്റെല്ലാ NDRFും എല്ലാ ആളുകളും വരുന്നുണ്ട്. കൂടുതൽ പ്രതീക്ഷയാണ്. കുറച്ച് നേരം വൈകിയെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി വേറെ പരാതികളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇന്ന് തെരച്ചിലിന് വേറെ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ കാലാവസ്ഥയും നല്ല അനുകൂലമാവാനാണ് ചാൻസ് എന്ന് പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ഇതിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവും. മറ്റേ മേജർ റിട്ടയർഡ് ഇന്ദ്രപാൽ കണ്ടെത്തിയ സ്ഥലം മാർക്ക് 4 അവിടെയാണല്ലോ ഇന്ന് മൽപ്പ തെരച്ചിൽ നടത്തുക. അതിന് തൊട്ട് സമീപത്ത് നിന്ന് തന്നെയല്ലേ നമുക്ക് ഈ ലോറിയുടെ ആവശ്യങ്ങളൊക്കെ കണ്ടെത്തി. ഇപ്പം കിട്ടിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരഭാഗത്തായിട്ടുള്ള പുഴയിലാണ് ഈ സാധനങ്ങൾ കിട്ടിയത്. ഓവർ ഡീപ്പിലേക്ക് മൽപ്പ ഇന്നലെ ഇറങ്ങിയിട്ടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ടൈം 4 മണി കഴിഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. ഇന്ന് അതുമാത്രമല്ല, മൽപ്പയ്ക്ക് ഒരാൾ മാത്രമാണല്ലോ ഡൈവ് ചെയ്തത്. കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ മൽപ്പയ്ക്ക് ഇനിയും ഡീപ്പിലേക്ക് പോയി തിരയാൻ പറ്റും. അതേമാതിരി തന്നെ ഇപ്പോൾ വേറൊരു ടാസ്ക് ഉള്ളത്, വലിയൊരു ആൽമര ഉണ്ട്. ആ ആൽമരാണ് ടാർഗറ്റ്. അപ്പൊ ഈ ആൽമര എങ്ങനെ വെളിയിലേക്ക് എടുക്കും, അതിന്റെ അടിയിലാണ് ലോറി ഉള്ളത് എന്നുള്ളതാണ് ഒരു സൂചന. ഈ മാൽപ്പയുമായി ഇന്നലെ സംസാരിച്ചിരുന്നു. മാൽപ്പ എത്രത്തോളം പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു ഇന്നത്തെ തെരച്ചിലിൽ? മാൽപ്പ ആദ്യം മുതലേ പറയുന്ന കാര്യമാണ്. ഇപ്പൊ 5-6 ദിവസമായിട്ട് മാൽപ്പ സ്ഥിരമായി പറയുന്ന ഒരു കാര്യമാണ് ഒഴുക്ക് കുറവുള്ളത്. പിന്നെ മുന്നേ മാൽപ്പ പറഞ്ഞിരുന്നത് 0 വിസിബിലിറ്റി. ഇപ്പൊ അത് മാറി അടിയിൽ നല്ല വൃത്തിയായിട്ട് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതിന്റെ റിസൾട്ടാണല്ലോ ഒരു അരമുക്കാൽ മണിക്കൂറിന്റെ ഉള്ളിൽ 3 ഭാഗങ്ങൾ, അതും നല്ല വെയിറ്റുള്ള സാധനങ്ങളാണ് പുറത്തേക്ക് എത്തിച്ചത്. ഇതെത്തിയോട് കൂടിയിട്ടൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പരിസരത്ത് തന്നെ എവിടോ നമ്മളെ ലോറി കിടക്കുന്നുണ്ട്. ആ ലോറിന്റെ ഭാഗങ്ങൾ തെരഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ലോറിയിലേക്ക് എത്താൻ കഴിയുള്ളൂ. ലോറിയിൽ എത്തിക്കഴിഞ്ഞാൽ അർജുന്റെ കാര്യം എങ്ങനെ എന്താന്നുള്ളത് അറിയാനും പറ്റുള്ളൂ. ഈ ഹൈഡ്രോളിക് ജാക്കി ഇന്നലെ നിങ്ങൾ പെട്ടെന്ന് കണ്ടപ്പോഴാണ് അത് മനാഫ്ക്ക വളരെ വേഗം തിരിച്ചറിഞ്ഞു. അത് നമ്മുടേത് തന്നെയല്ലേ? അതെ, അത് പെട്ടെന്ന് എടുത്ത പാടന്നെ
അതിന്റെ കളർ ഒരു മഞ്ഞ കളർ ആയിരുന്നു, ഒരു ഫ്ലൂറസും മഞ്ഞ മാതിരി. കാരണം ആ ചളി ആയതുകൊണ്ട് പിന്നെ ആ കൺഫ്യൂഷൻ ആയിപ്പോയി. പിന്നെ ജിതിന് മിനറൽ ബോട്ടിലും ടവലൊക്കെ ഇട്ട് തുടച്ചു കഴിഞ്ഞപ്പോഴാണ് അത് ചുവപ്പ് കളർ. ഞാൻ ആദ്യം പറഞ്ഞു ഒരു മുന്തിരി കളർ സാധനമാണെന്നുള്ളത്. അത് കൃത്യമായിട്ട് കിട്ടി. ഇനി വേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രഡ്ജർ അത് നിർബന്ധമുള്ള കാര്യമാണ്. അത് നേതാക്കന്മാരെ അത് കണ്ടറിഞ്ഞ് അതിവിടെ എത്തിക്കുന്നുള്ള. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്താണ് നമ്മളെ എന്താവുന്നത്, കർണാടകക്കാർക്ക് നമ്മളോട് ഒരു കൂടുതൽ നിങ്ങൾ എത്തിച്ചില്ലാലോ ഇങ്ങനെ വിരോധം കാര്യങ്ങളൊക്കെ പറയാനുള്ള ഒരു അവസരം ഉണ്ടായത് ഈ ഒരു ഡ്രഡ്ജറിന്റെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അത് ഇപ്പൊ എന്തായാലും 2 നോട്ട് ഉള്ളൂ. അപ്പം ഈ ഇതില് സുഖസുന്ദരമായിട്ട് അത് ഇറക്കാം. അത് ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് അത് തെരച്ചിൽ ഊർജിതമാക്കാനും കഴിയും. ഇന്നലെ സതീഷ് MLA വളരെ രോഷത്തോടു കൂടിയാണ് സംസ്ഥാന സർക്കാരിനെതിരെ പറയുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ അത് വാടക പോലും കൊടുക്കാമെന്ന് അദ്ദേഹം സ്വന്തം പറയുന്നുണ്ടായിരുന്നു. നമുക്ക് അതിൽ എന്തെങ്കിലും ഒരു വ്യക്തത ഇപ്പോൾ വന്നിട്ടുണ്ടോ? ആ യന്ത്രം എത്തിക്കാനുള്ള നടപടി കേരള സർക്കാരിന്റെ ഭാഗത്ത് സ്വീകരിച്ചിട്ടുണ്ടോ? അതിനുശേഷമെങ്കിലും ഇതുവരെ എന്റെ അറിവിൽ അങ്ങനെ ഒരു നീക്കം നടക്കുന്നതായിട്ട് അറിയില്ല. പിന്നെ ഞങ്ങളെ ഭാഗത്തുനിന്ന് ഒരു കോള് തൃശ്ശൂരിലുള്ള മാഡത്തിനെ വിളിച്ചിരുന്നു. മാഡത്തിന്റെ ഭാഗത്തുനിന്ന് മീറ്റിംഗിലാണെന്നുള്ളത് മാത്രമാണ് കിട്ടിയത്. വേറെ പുതുതായിട്ട് അത് വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. ഇനി അത് വന്നില്ലെങ്കിൽ കർണാടക ഗോവയിലുണ്ടെന്ന് പറയുന്നുണ്ട് MLA അവിടുന്ന് വരുത്തിക്കാൻ കഴിയുമോ എന്നുള്ളത് നോക്കുന്നുണ്ട്. അത് കുറച്ചും കൂടി വലുതാണ്, അത്ര വലുത് ആവശ്യമില്ല എന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ ഈ കേരളത്തിൽ നിന്നുള്ള യന്ത്രം ഇവിടെ എത്തിച്ചാൽ അത് നമുക്ക് ഉപകാരപ്പെടുന്നതാണോ മനാഫ് ഇപ്പോൾ പറയുന്നത്? ഒരു പരിധിവരെയൊക്കെ ഉപകാരപ്പെടും. ഇത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉറച്ചുപോയ ഒരു മലയോ ഇതൊന്നുമല്ല. ആ മണ്ണ് ഭയങ്കര ലൂസാ. അപ്പൊ ഒന്ന് ഇളക്കി വിട്ടാൽ തന്നെ ഇവർക്ക് സ്കൂബ ഡൈവേഴ്സിന് അത് വലിയ ഉപകാരമാണ്. അത് നേവിക്കാരും പറഞ്ഞ കാര്യമാണ്. ഓരോ കയ്യിലില്ലാത്തൊരു സാധനമാണത്. അത് ആ മണ്ണ് ഇളക്കണമെങ്കിൽ ഈ ഒരു യന്ത്രം നിർബന്ധമാണ്. കാരണം എന്നാലേ അറിയാൻ കഴിയുള്ളൂ അവിടെ ആ മൺകൂന എങ്ങനെ വന്നു എന്നുള്ളത്. മറ്റൊരു കാര്യം, ഇന്നലെ രാവിലെ 9 മണിക്ക് നേവി തെരച്ചിൽ നടത്തുമെന്നാണ് ആദ്യം അറിയിച്ചത്. പിന്നീട് ഒരു ആശങ്ക ഉണ്ടായത് ജില്ലാ കളക്ടർ അനുമതി നൽകിയില്ല എന്നാണ്. പക്ഷേ ആ അനുമതി നിഷേധിച്ചുകൊണ്ട് ഇന്നലെ മൽപ്പ രംഗത്തിറങ്ങുന്ന സാഹചര്യമുണ്ട്. ഇന്ന് ഏതെങ്കിലും തരത്തിൽ ജില്ലാ ഭരണകൂടം നേരിട്ട് നമ്മുടെ ഈ രക്ഷാപ്രവർത്തനത്തിന്, ഈ രക്ഷാ ദൌത്യത്തിന് മുൻകൈ എടുക്കുന്നുണ്ടോ? അതല്ല ഈ മാൽപ്പയെ സ്വന്തം നിലയിൽ ഈ MLAയുടെ ആ ഒരു അനുവാദത്തിൽ അങ്ങനെ തന്നെയാണ് ഇന്നത്തെ തെരച്ചിലും? ഇന്നലെ തെരഞ്ഞ മാതിരി ആയാൽ മതി. അല്ല, എന്റെ അഭിപ്രായത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു ഇടപെടൽ ഇല്ലാതെ നിൽക്കണതാണ് ഏറ്റവും നല്ലത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് നമ്മൾ ഈ ഒരു ഇഷ്യൂ ഉണ്ടായ അർജുന്റെ ഈ ഇഷ്യൂ ഉണ്ടായ ദിവസം മുതലേ ഈ ജില്ലാ ഭരണകൂടത്തിന്റെ അനാസ്ഥ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഇത്രയും നല്ല ഒരു കാലാവസ്ഥ, കോടതി ഓർഡർ, കാര്യങ്ങൾ എല്ലാം ഉണ്ടായിട്ടും എന്താ പറഞ്ഞു കഴിഞ്ഞാല് അതിങ്ങനെ തടസ്സപ്പെടുത്തുന്നത് ഇത് കണ്ടുപിടിക്കരുത് എന്നുള്ള ഒരു വാശി പോലെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു നീക്കുപോക്ക് കാണുന്നത്. അത് ഒഴിവാക്കിയിട്ട് ഇന്ന് ഈ രാവിലെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ തരത്തിലുള്ള ഒരു ഇടപെടലുകളോ ഒരു വിവാദങ്ങളോ ഇല്ലാതെ പോവുകയാണെങ്കിൽ സന്തോഷമായിരിക്കും. വിവാദങ്ങൾക്കുള്ള ഒരു സമയമല്ല എന്നറിയാം. നമുക്ക് അർജുനെയും ഉൾപ്പെടെ 2 കന്നഡികരെ അവരെ കൂടി കണ്ടെത്താനുണ്ട്. നമ്മൾ ആവശ്യം അത് തന്നെയാണ്. അതിൽ തന്നെയാണ് നമ്മളിപ്പോഴും. അതെ, അതും നിർബന്ധമുള്ള ഒരു വിഷയമാണ്. ഇതിപ്പോ ഉള്ള സാധനങ്ങൾ കിട്ടിയത് നമ്മളെ ലക്ഷ്മൺ നായക്കിന്റെ ചായക്കടന്റെ ഓൾമോസ്റ്റ് ബാക്ക് സൈഡ് ആയിട്ടാണ് ഇപ്പൊ ഇത് കിട്ടിയത്. ആ 2 കന്നഡക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരെ ആളുകള് ആ ഭാഗത്തുള്ള മണ്ണിലാണ്. ആ ഭാഗത്തെ മണ്ണ് തെരഞ്ഞിട്ടില്ല. അവർക്ക് ആ ഭാഗത്തുള്ള മണ്ണ് തെരയണം എന്നാണ് ആവശ്യം. അത് അധികൃതരോട് പറഞ്ഞ് അത് സാധിപ്പിക്കാൻ ആ പാവപ്പെട്ടവർക്ക് എത്രത്തോളം സാധിക്കുന്നു എനിക്ക് തോന്നുന്നില്ല അത് അംഗീകരിക്കും. ഇന്നലെ മനാഫ് ആ കുടുംബത്തോട് ഒപ്പം നിൽക്കുന്നതും അവരെ ചേർത്ത് പിടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. നമ്മളും അവരുടെ പ്രതികരണം എടുത്താണ്. അവർ വളരെ നിസ്സഹായാവസ്ഥയിൽ അവിടെ നിൽക്കുന്നു. അവരുടെ മകൾ 20 വർഷമായി ആ കടയിലെ ജോലിക്കാര്, ഒരുപക്ഷെ ഇന്നലെ ജിതിനും നിങ്ങളൊക്കെ അവരെ ചേർത്ത് പിടിക്കുന്നത് ഞാൻ കാണുന്ന സാഹചര്യമുണ്ട്. നമ്മളും അവരുടെ പ്രതികരണം എടുക്കുകയുണ്ടായി. നമ്മൾ ആവശ്യപ്പെടുന്നത് എത്രത്തോളം അർജുന് പ്രാധാന്യം കൊടുക്കുന്നോ അത് നമ്മൾ അവർക്കും കൂടെ കൊടുക്കണം എന്ന് തന്നെയല്ലേ? തീർച്ചയായിട്ടും. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട ആളുകൾക്കാണല്ലോ മറ്റ് നഷ്ടപ്പെട്ട ആളുകളുടെ വേദന കൂടുതൽ തിരിച്ചറിയാൻ കഴിയുക. ബാക്കിയുള്ള ആളുകൾക്കൊക്കെ
വേറെ പല കമന്റ്സും പറയാനേ പറ്റുള്ളൂ. ജിതിനും ഓരോ ഫാമിലിക്കും ഇതിന്റെ വേദന ഇത്രയും ദിവസം അനുഭവിച്ചും കൊണ്ടിരിക്കണം. നമ്മൾ അനുഭവിക്കുന്നതിന്റെ 100 ഇരട്ടി വേദന അനുഭവിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടികളുടെ വേദനയും, കാരണം മൂന്ന് ചെറുപ്പക്കാരി കുട്ടികളാണ്, പിന്നെ ഓരോ അമ്മ, പിന്നെ ആ ഫാമിലിന്റെ മൊത്തം അത്താണിയാണ് ആ മണ്ണിന്റെ അടിയിലേക്ക് പോയത്. അയാളെ കണ്ടുപിടിക്കാൻ ആദ്യം ന്യൂസ് 18 ഇപ്പം ആ ഒരു ഓരോ അത്ര അവിടെ നിൽക്കാന്നല്ലാതെ ഓരോരുത്തേക്ക് ആരും പോയി ഓരോ കാര്യങ്ങൾ അന്വേഷിക്കാനൊന്നുമില്ലേനും. പിന്നെ നിങ്ങൾ പോയത് മുതൽ ബാക്കി എല്ലാരും എത്തി. അല്ല, ഓരെയും കൂടി നമുക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ചേർത്ത് പിടിക്കണം. അതാണല്ലോ മനുഷ്യന്മാർ. നമ്മളിപ്പം നമ്മളെ മാത്രം കാര്യം നോക്കി നമ്മളിപ്പോ കേസ് കൊടുത്തതും അങ്ങനെ തന്നെ ആണല്ലോ. ഒരു അർജുനെ മാത്രം തിരയണം എന്ന് പറഞ്ഞിട്ടല്ലല്ലോ ഹൈക്കോടതിയിൽ ഉള്ള കേസ്. മൊത്തം അവിടെ പോയ ആളുകളെ ഇനിയിപ്പോ ഇന്നലെ വൈകുന്നേരം അതിന്റെ ഒരു വിവാദം കാര്യങ്ങളും MLA-നെ തടയുന്നതും ഒക്കെ ഉണ്ടായി. അത് ഈ ആളുകൾക്ക് MLA ആ കാര്യത്തിൽ ലോകേഷ് ആയാലും ജഗന്നാഥ് ആയാലും അർജുനായാലും നമുക്ക് ഒരുപോലെയാണ്, അവർക്ക് വേണ്ടിയുള്ള തെരച്ചിലാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അവര് പറഞ്ഞത് ഇവര് ഇങ്ങനെയുള്ള കുറച്ച് ആളുകൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 29 ദിവസം കഴിഞ്ഞിട്ട് പെട്ടെന്ന് വന്നിട്ട് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാക്കേണ്ട ആളുകൾക്കുള്ളിലുള്ള ഉദ്ദേശം വേറാണ്. അത്യാവശ്യം കന്നഡ അറിയുന്നതിനോണ്ട് നമ്മള് ഇടപെട്ടിട്ട് മറ്റുള്ള ജനങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിക്കണ്. ഈ സമയത്ത് ആകെ കൂടെ നിൽക്കുന്നത് ഒരു കർണാടക MLA ആണ്, കാർവാർ MLA ആണ്. പിന്നെ അത് ആ ടൈമിന് നമ്മളിങ്ങനെ ഒരു ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടാക്കരുത് എന്നുള്ളത് ആരൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് ഓരോ എന്താ പറയാ ഒന്ന് ഇതാക്കി വിട്ടതാണ്. ഏതായാലും ഇന്ന് അത്തരത്തിൽ തർക്കത്തിനോ വിവാദത്തിനോ ഒന്നുമുള്ള സമയമല്ല. പക്ഷെ നമ്മളെ അർജുന് അരികിലേക്ക് എത്തുന്നു എന്ന സൂചന ഇന്നലത്തെ തെരച്ചിലുണ്ടായി. എന്തായാലും നമ്മൾ ഇന്ന് അർജുന് അരികിലേക്ക് എത്തും എന്ന ഒരു പ്രതീക്ഷ. നമുക്ക് ലോറിയല്ല പ്രധാനം, അത് മനാഫൊക്കെ പറഞ്ഞിരുന്നു. ലോറിയല്ല പ്രധാനം, നമുക്ക് അർജുനെ കണ്ടെത്തുക, ഒപ്പം കന്നഡികരായ 2 പേരെ കണ്ടെത്തുക. ആ അവസാനമായ അവരുടെ എന്തെങ്കിലും ഒരു ഭാഗം അത് നമുക്ക് കുടുംബത്തിനെത്തിച്ച ഒരു ആശ്വാസം കണ്ടു. അത് തന്നെയല്ലേ മനാഫൊക്കെ നമുക്ക് ഇപ്പോഴും പറയാനില്ല. അതെ, ഇത് ഈ ലോറി കണ്ടുപിടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് അത് പിന്നീട് സെക്കൻഡായിട്ട് നമ്മൾ ആലോചിക്കേണ്ടത് ഇത് എങ്ങനെ ഇതിന്റെ ഉള്ളിൽ നിന്നും അർജുനന്റെ ക്യാബിനിലേക്ക് എത്താം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതിന് നിർബന്ധമായിട്ട് നമുക്ക് ലോറി അങ്ങനെ ആ ഒരു വേർഡ് ഉപയോഗിക്കേണ്ടി വരുന്നത്, ലോറി എന്നുള്ള പേര് ഉപയോഗിക്കേണ്ടി വരുന്നത് ലോറിന്റെ ഉള്ളിലാണ് അർജുൻ ഉള്ളത് എന്നുള്ള ഒരു വിശ്വാസം കൊണ്ടാണ്. അത് 100% ശരിയായിക്കൊള്ളുന്നില്ല. എന്നാലും ആ ലോറിന്റെ ഉള്ളിൽ അർജുൻ ഉണ്ടെങ്കിൽ എങ്ങനെ ആ ലോറി കണ്ടുപിടിച്ചാലേ അർജുന്റെ അടുത്ത് എത്താൻ പറ്റുള്ളൂ. എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എന്തൊക്കെ വേറെ മെഷീനറികളൊക്കെ ആവശ്യം വരും, ക്രെയിന് മറ്റു കാര്യങ്ങളൊക്കെ ആവശ്യം വരും. അതൊന്നും ഇപ്പം നിലവിൽ അവിടെ ഇല്ല. ഈ കാർവാർ MLA ചില കാര്യങ്ങളൊക്കെ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടാണ് ചെയ്യുന്നതെന്നാണ് കേൾക്കുന്നത്. അതും ഒരു എന്താ പറയാ കർണാടകന്റെ മറ്റുള്ള ആളുകളും കൂടി അത് മനസ്സിലാക്കി ഇതൊരു എന്താ പറഞ്ഞ കൂട്ടായ ഒരു പ്രയത്നം നിർബന്ധമാണ്. ഇപ്പൊ നല്ലൊരു മൊത്തം ഇന്ന് കേട്ട ഞമ്മക്ക് കിട്ടിയ ഒരു സംസാരപ്രകാരം എല്ലാരും കൂടി ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇത് പുഴയിലെ തെരച്ചിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കരയിൽ തെരയണ മാതിരി അത്ര എളുപ്പമല്ലല്ലോ. അതിന് വിദഗ്ധന്മാര് വേണം. മറ്റേ കരയിലാണെന്നുണ്ടെങ്കിൽ ആർക്കും എങ്ങനെയും തെരയാനും പിടിക്കാനും കഴിയും. കരയിൽ തന്നെ പല ആളുകളും സമയം പോക്കി എന്നൊക്കെ പറയുന്നുണ്ട്. കരയിലെ ഒരു സൈഡിലെ റോഡിൽ മാത്രം അതന്നെ മിലിറ്ററി അവരെ റഡാറിൽ കണ്ടുപിടിച്ച സ്ഥലമാണ്. അല്ലാതെ എന്താ അർജുന്റെ ഫാമിലിയോ നമ്മള് പുറത്തുള്ള ആളുകളോ ഒന്നുമല്ല ഇത് നിർബന്ധം പറഞ്ഞത്. മിലിറ്ററി കൊണ്ടുവന്ന ഉപകരണം വെച്ചിട്ടാണ് കരയില് ഡിറ്റക്ട് ചെയ്തിരുന്നത്. അത് പിന്നെ നോക്കിയപ്പോ കണ്ടില്ല. മനാഫ്ക്ക് തിരക്കുണ്ടെന്ന് അറിയാം. വളരെ നന്ദി. ഇത്രയും ഏതായാലും കേരളം മൊത്തം പ്രാർത്ഥനയിലാണ് മനാഫ്ക. അത് ഇന്ന് നമുക്ക് അർജുന്റെ കണ്ടെത്താനാവും. ആ കുടുംബത്തിന് അവസാനമായി അവനെ ഒരു നോക്ക് കാണാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ്. നമ്മളും ആ പ്രതീക്ഷയിൽ തന്നെയാണ്, ആ പ്രാർത്ഥനയിലാണ് കേരളം. നമുക്ക് ഇന്ന് അത് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും ഇതാണ് എൽദോ ആ മനാഫ്ക അത് കൃത്യമായി വിശദമായി ഇന്നത്തെ തിരച്ചിലിനെ കുറിച്ചും അതെല്ലാ സാഹചര്യങ്ങളെ കുറിച്ചും നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് ആ കുടുംബത്തിന്റെ ഒന്നുകൂടി നമുക്ക് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കണമെന്നുണ്ടല്ലോ. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കാണിക്കാൻ പറ്റും. കാരണം അർജുനൊപ്പം തന്നെ നമുക്ക് വളരെ പ്രധാനമാണ് കന്നഡികരായ 2 പേരെ കൂടി ആ ഒരു ദൃശ്യം കൂടി നമുക്ക് ഒന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കണമെന്നുണ്ട്. എൽദോ ആ ദൃശ്യം വളരെ പ്രധാനമാണ്. ബൈജു നൽകിയ റിപ്പോർട്ടിലേക്ക് തന്നെ നമുക്ക് പോകാം. ഞാൻ ശേഷം ബൈജുലേക്ക് തിരികെ എത്തുകയും ചെയ്യാം. ബൈജു സൂചിപ്പിച്ചത് ഈ മണ്ണിടിച്ചിൽ കാണാതായ അർജുൻ ഉൾപ്പെടെ അതിൽ 3 പേരാണ്. ആ തെരച്ചിൽ ഊർജിതമാകുമ്പോൾ ഒരു കുടുംബം കാത്തിരിക്കുന്നുണ്ട് കണ്ണീരോടുകൂടി. അത്
മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട ലക്ഷ്മണന്റെ ചായക്കടയിലെ കഴിഞ്ഞ 20 വർഷമായി ജോലി ചെയ്തിരുന്ന ജഗന്നാഥൻ എന്ന ആളുടെ കുടുംബമാണ്. പ്രതീക്ഷയോടെ അവർ ദുരന്തഭൂമിയിൽ വന്നു നിൽക്കുന്നു. പിതാവിൻ്റെ അന്ത്യകർമ്മങ്ങളെങ്കിലും നടത്താൻ കഴിയാൻ സാധിക്കും എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ. ശിരൂരിലെ മണ്ണിടിച്ചിലിൽ അർജുനൊപ്പം തന്നെ 2 കന്നഡക്കാർ കൂടി കാണാതായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം അവരെ കൂടി കണ്ടെത്തണമെന്ന ആവശ്യം തന്നെയാണ് ലോകേഷും അതുപോലെ തന്നെ ജഗന്നാഥും. ജഗന്റെ ബന്ധുക്കളാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഋതിക, അദ്ദേഹത്തിന്റെ മകൾ ചേരുന്നു. ഋതിക, ಏನಾಯ್ತು ಇಪ್ಪೋ ಜಗನ್? 16 ಜುಲೈ ಬೆಳಿಗ್ಗೆ ಕೆಲ್ಸಕ್ಕಂತ ಬಂದಿದ್ರು ನಮ್ಮ ತಂದೆಯವರು. 8:50ಕ್ಕೆ ಇದು ಗುಡ್ಡ ಕುಸಿತ ಆಯ್ತು, ಎಲ್ಲರೂ ಹೋಗ್ಬಿಟ್ಟಿದ್ದಾರೆ. ಈಗ ನಮ್ಮ ತಂದೆಯವ್ರ ದೇಹ ಇನ್ನೂ ಸಿಕ್ಕಿಲ್ಲ ನಮ್ಗೆ. ಈ ಸರ್ಕಾರ ಏನೇ ಹೇಳುದು? ಸರ್ಕಾರ ಇದು ಹುಡುಕ್ ಕೊಡ್ತೀವಿ, ಕಾರ್ಯಾಚರಣೆ ಮಾಡ್ತಾ ಇದೀವಿ ಅಂತ ಹೇಳ್ತಾ ಇದಾರೆ, ಆದ್ರೆ ಇನ್ನೂ ಏನು ಸಿಕ್ಕಿಲ್ಲ ನಮ್ಗೆ. ಇಲ್ಲ, 1 ತಿಂಗಳಾಯ್ತು. ಇನ್ನೂವರೆಗೂ ನಮ್ಮ ಬಾವನ್ ಬಾಡಿ ಸಿಗಲಿಲ್ಲ. ನಮ್ಮ ಬಾವನ್ ಬಾಡಿ ಸಿಗಬೇಕು. ಅಟ್ಲೀಸ್ಟ್ ಒಂದು ಮೂಳೆನಾದರೂ ಸಿಕ್ಕಿದ್ರೆ ನಾವು ಅವ್ರು ತಗೊಂಡು ಅಂತ್ಯ ಸಂಸ್ಕಾರ ಮಾಡ್ತಿದ್ವಿ. ಅದರಿಂದ ನಿಮಗೆ ಟಿವಿನ ಇವರಿಗೆ ಕೃತಜ್ಞತೆ ಹೇಳ್ತೇವೆ. ಅದೊಂದು ನಿಮ್ಮ ಟಿವಿ ಮುಖಾಂತರನಾದರೂ ನಮ್ಮ ಬಾವೊಂದು ಮೂಳೆ ಸಿಗುವಂಗೆ ಮಾಡ್ಕೊಟ್ರೆ ತುಂಬ ಥ್ಯಾಂಕ್ಸ್ ಸರ್. അതാണ് നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ, അതുപോലെ തന്നെ ലോകേഷ്, അതുപോലെ തന്നെ ജഗന്നാഥ്. ഈ 3 പേരെയാണ് കണ്ടെത്താനുള്ളത്. അവരെ 3 പേരെയും കണ്ടെത്തേണ്ട രക്ഷാ ദൗത്യം തന്നെയാണ് ഇവിടെ നടക്കേണ്ടതും. എന്തായാലും നമുക്ക് ഇവർ 3 പേരും പ്രിയപ്പെട്ടവരാണ്. ഇവരെയും നമുക്ക് ചേർത്ത് പിടിക്കേണ്ടതുണ്ട്, അവരെ കണ്ടെത്തേണ്ടതുണ്ട്. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചത് അവരുടെ മൃതദേഹമെങ്കിലും ലഭിക്കണം നമുക്ക് വന്ധ്യകർമ്മങ്ങൾ ചെയ്യാനെന്ന അത്രത്തോളം അവരുടെ ഒരു ദയനീയ അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും നാളത്തെ തെരച്ചിലിൽ ആ 2 പേരെ കൂടി കണ്ടെത്താൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷ തന്നെ നമുക്ക് വെച്ച് പുലർത്താം. അതിനായുള്ള രക്ഷാ ദൗത്യമായിരിക്കണം നാളെ നടക്കേണ്ടതെന്നും ഏതായാലും നമുക്കിപ്പോൾ ആഗ്രഹിക്കുകയും ചെയ്യാം. KV ബൈജു, ന്യൂസ് 18 ശിരൂർ. ബൈജു, ജഗന്നാഥൻ്റെ കുടുംബാംഗങ്ങൾ പ്രതികരിച്ചു, പക്ഷേ ഭാഷയുടെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എന്താണ് അവർ പ്രധാനമായും ആഗ്രഹിക്കുന്നത്? എന്താണ് ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ എന്താണെന്നുള്ളതിനൊക്കെ പ്രതികരണം എന്തായാലും? എൽദോ, ഇന്നലെ നമ്മൾ യാദൃശ്ചികമായാണ് ആ കുടുംബത്തെ അവിടെ ശ്രദ്ധയിൽപ്പെടുന്നത്. വളരെ വിഷമത്തോടെ, അതായത് അത്രത്തോളം സങ്കടത്തോടെ അവരവിടെ നിൽക്കുന്നത് കണ്ടപ്പോഴാണ് ഈ മനാഫും ജിത്തിനും അവരെ ആശ്വസിപ്പിക്കുന്ന ഒരു കാഴ്ച ഉണ്ടത്. അങ്ങനെയാണ് നമ്മൾ അവരുടെ അടുത്തേക്ക് എത്തുന്നത്. അവർ ഈ ജഗന്നാഥിന്റെ 3 മക്കളും അവരുടെ കുടുംബമായിരുന്നു. അവർ വലിയ സങ്കടത്തിലായിരുന്നു. അവരെ ആരെങ്കിലും അവരെ ആശ്വസിപ്പിക്കാനൊക്കെ എത്താത്ത ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. അവരെ കൂടി ചേർത്ത് പിടിക്കണമെന്ന ഒരു ഉദ്ദേശം കൊണ്ട് തന്നെയാണ്. അവർക്ക് മലയാളം അറിയില്ല, അതുകൊണ്ട് തന്നെയാണ് കന്നഡയിൽ നമ്മൾ അവരോട് സംസാരിച്ചത്. അവർ പ്രധാനമായും പറഞ്ഞത് അവർക്ക് അവസാനമായി ഒരു നോക്ക് കാണാൻ ജഗന്നാഥനെ കണ്ടെത്തി തരണം. അർജുനൊപ്പം അർജുന് വേണ്ടിയുള്ള തെരച്ചിലാണ് അവരുടെ വലിയ പ്രതീക്ഷ. അത്രത്തോളം വലിയ സംവിധാനങ്ങൾ നമ്മൾ കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ തോതിൽ സമ്മർദ്ദമുണ്ടാക്കി ആ തെരച്ചിൽ തുടരുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു കുടുംബമാണ് അവർ. അവർ പറയുന്നത് ഏതെങ്കിലും നേരത്തിൽ ഇന്ന് അർജുനെ കണ്ടെത്തിയാൽ ആ തെരച്ചിൽ നിർത്തിവെക്കുകയോ അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകാതെ നമ്മുടെ ജഗന്നാഥനെയും കൂടി കണ്ടെത്തി തരാൻ ഇതേ സന്നാഹങ്ങൾ സംവിധാനങ്ങൾ ഉണ്ടാകണമെന്ന ഒരു പ്രാർത്ഥനയാണ് അവർ പറയുന്നത്. മാത്രമല്ല, അവർ ഏറ്റവും ഒടുവിൽ പറഞ്ഞ സങ്കടകരമായ വാർത്ത, അവസാനമായി മൃതദേഹം നമുക്ക് ലഭിക്കാനുള്ള അവസരം ഉണ്ടാകണം. അവന്റെ ജഗന്നാഥന്റെ അവസാന ചടങ്ങുകൾ നടത്താനുണ്ട്, അതെങ്കിലും നമുക്ക് ലഭിക്കണം എന്ന ഒരു വാക്ക് അവരുടെ കണ്ണിൽ നിന്നും വരുന്ന അവരുടെ കണ്ണുനീർ, അകത്ത് ഉള്ള ആ സങ്കടക്കടൽ, അതൊക്കെ നമുക്ക് കാണാതെ പോകാൻ എന്തായാലും പറ്റില്ല. നമുക്ക് ഇവരെല്ലാം ഒരുപോലെയാണ്. നമ്മൾ നേരത്തെയും അത് പറഞ്ഞു, അത് മനാഫ് ഉൾപ്പെടെ പറഞ്ഞു, അവരെയും നമുക്ക് ചേർത്ത് പിടിക്കാം. കേരളത്തിന്റെ പ്രാർത്ഥന ആ 2 പേർക്ക് കൂടി എന്തായാലും ഉണ്ടാകണം. എന്തായാലും ഇന്നത്തെ തെരച്ചിലേക്ക് വന്നാൽ എൽദോ ഏറ്റവും പ്രധാനം ഇന്ന് ഈശ്വർ മൽപ്പയിലേക്ക് തന്നെയാണ്. ആ രക്ഷാദൌത്യ സംഘം ഇന്ന് കൂടുതൽ പേരായി, കൂടുതൽ ആളുകളായി. നമുക്കറിയാം, കാരിരുമ്പിന്റെ കരുത്തുള്ള മത്സ്യത്തൊഴിലാളികൾ അവർ ഇന്ന് അർജുനെ തേടി ആഴങ്ങളിലേക്ക്, ആ ലോറിക്കരിയിലേക്ക് ഇന്ന് ഇറങ്ങുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ്. മൽപ്പെ ആ ലക്ഷ്യം, ആ ദൌത്യം പൂർത്തീകരിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ മൽപ്പെ ഈ തെരച്ചിലിന് ഇവിടെ എത്തിയെങ്കിലും അതിന് അനുവാദം നൽകാതെ അദ്ദേഹം മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. അതിൽ ഈ സതീഷ് MLA ആ ഇടപെടൽ നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയില്ലാതെ ഈ സതീഷ് MLA അദ്ദേഹം മുൻകൈ എടുത്താണ് ഇപ്പോൾ ഈ തെരച്ചിലിന് നേതൃത്വം നൽകുന്നത്. എന്തായാലും ഇന്ന് അർജുൻ അരികിലേക്ക് എത്താൻ കഴിയുമെന്ന വലിയ ആത്മവിശ്വാസം മൽപ്പെ നമ്മോട് ഇന്നലെ പങ്കിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഈ ലോറിയുടെ അവശിഷ്ടം കണ്ടെത്തിയതൊന്നും കൂടുതൽ അവശിഷ്ട ഭാഗങ്ങൾ ഇന്ന് കിട്ടും. ഒപ്പം ഈ
ലോറി കണ്ടെത്താൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷ തന്നെയാണുള്ളത്. എന്നാലും അതിനുള്ള കാത്തിരിപ്പാണ്. ഇനി വരുന്ന ഓരോ മണിക്കൂറുകളും നിർണായകമാണ്. ആ അർജുനെ തേടിയുള്ള യാത്ര രക്ഷാദൌത്യം 8:30 ആരംഭിക്കും. എൽദോ, റൈറ്റ്, വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ആ രക്ഷാദൗത്യത്തിലേക്കാണ് പോവുകയും ചെയ്യേണ്ടത്. നമ്മളിനി അർജുനായുള്ള തെരച്ചിൽ അത് എത്രമാത്രം സമയം കൂടി എടുക്കുമെന്നുള്ള ആകാംക്ഷ മാത്രമാണുള്ളത്. എനിക്ക് തോന്നുന്നു ബൈജുവിന് അങ്ങോട്ട് പോകേണ്ടതുണ്ട്. ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം കൂടി പോയി തുടങ്ങും. ഇപ്പോൾ ഒരു 8-9 മണിക്ക് നമ്മൾ ഇന്നലെ നമ്മൾ സംസാരിച്ചു. എന്തായാലും പ്രതീക്ഷ തന്നെയാണല്ലോ അല്ലേ? അത് ഇപ്പൊ നമ്മൾ വണ്ടി വീണ സമയത്ത് നമുക്കൊരു ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. ആ സമയത്ത് അതേ സ്ഥലത്തിൽ ഞങ്ങൾ ഇപ്പൊ നോത്തേടുക്കുക. ഇന്നലെ അവശിഷ്ട ഭാഗം കിട്ടിയ ആ സ്ഥലത്ത് തന്നെ ആയിരിക്കും അല്ലേ നമുക്ക് ഇന്ന്? കണ്ടിപ്പാ ഇന്ന് ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്നുള്ളത് അല്ലേ? ശരി. ഇന്ന് അവിടെ തന്നെ പോകുക. ഒരു 9 മണിക്ക് ഞങ്ങൾ തുടങ്ങും. ഇതാണ് മൽപ്പയാണിപ്പോൾ നമ്മളോട് സംസാരിച്ചത്. മൽപ്പയാണിപ്പോൾ നമ്മളുടെ ഏരിയയിലേക്ക് വന്നിട്ടുള്ളത്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട 3 പേരെയാണ് നമ്മൾ ന്യൂസ് 18 ഇന്ന് രാവിലെ തന്നെ അവരുടെ പ്രതീക്ഷകളാണ് നമ്മൾ പങ്കുവച്ചത്. മൽപ്പ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് പോകുന്നതിന് മുമ്പാണ് ന്യൂസ് 18നോട് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. വലിയ പ്രതീക്ഷയുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അല്പസമയത്തിനകം നമ്മളും മൽപ്പയുടെ കൂടെ ആ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഏതായാലും ഇന്നത്തെ പ്രതീക്ഷ ഇവരുടെ പ്രതീക്ഷ എല്ലാം തന്നെ ഇന്ന് ഒരുപാട് പേർ കാത്തിരിക്കുന്ന ആ 29 ദിവസമായി നമ്മൾ കാത്തിരിക്കുന്ന ആ ദിവസം അത് ഇന്നായിരിക്കുമോ? നിർണായകമായ മണിക്കൂറുകളായിരിക്കും ഇനി വരാൻ പോകുന്നത്. 8:30 കൃത്യം മൽപ്പയുടെ വാഹനമാണ് ഇപ്പോൾ നമുക്ക് അരികിൽ കാണുന്നത്. മൽപ്പ അദ്ദേഹത്തിന്റെ വാഹനവുമായാണ് എത്തിയിരിക്കുന്നത്. ഇതിലെല്ലാ സംവിധാനങ്ങളും ഈ തെരച്ചിലിന് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും മൽപ്പയുടെ ടീം ഇവിടെ തയ്യാറായിരിക്കുന്നു. അർജുന്റെ അരികിലേക്ക് ഇത്തരത്തിൽ പുറപ്പെടാൻ അവരാണ് നമുക്കിന്ന് രാവിലെ തന്നെ ആ കാര്യങ്ങളൊക്കെ പങ്കുവച്ചത്. ജിതിനും ഈ കാര്യങ്ങൾ പങ്കുവച്ചു, മനാഫും പങ്കുവച്ചു. ഏതായാലും നമ്മളും ന്യൂസ് 18 സംഘവും കൃത്യമായ ഓരോ കാര്യങ്ങളും പ്രേക്ഷകരിലെത്തിക്കാൻ ഇന്നുണ്ടാകും. ആ ദുരന്ത ഭൂമിയിൽ ഉണ്ടാകും. അവിടെ നിന്ന് തത്സമയ കാഴ്ചകൾ കാണാൻ പറ്റും. ഈ വാഹനം ഈ വാഹനമാണ് മൽപ്പയുടെ വാഹനമാണ് ഇപ്പോൾ എനിക്ക് പിറകിൽ കാണുന്ന ഈ വാഹനം. ഇതിനകത്ത് ഇന്ന് ഈ തെരച്ചിലിന് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളുമായാണ് മൽപ്പ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ മൽപ്പ ഈ തെരച്ചിലിനായി പുറപ്പെടും. നമ്മളും മൽപ്പയുടെ കൂടെ ഈ സംഘത്തിൽ നമ്മളും ചേരും. എൽദോ, റൈറ്റ്. കെ വി ബൈജു, എന്തായാലും ഈശ്വർ മൽപ്പ അല്പസമയത്തിനകം അവിടെ നിന്ന് ഇറങ്ങും. ഇപ്പോൾ താമസിക്കുന്ന ഹോട്ടലിലാണത്. അവിടെ നിന്ന് ഇറങ്ങി ആ ദുരന്തം നടന്ന പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് അവിടെ ഇന്ന് മുങ്ങി പരിശോധന നടത്തും. ഒപ്പം NDRF നാവികസേനയും ഒക്കെ പരിശോധനയുടെ ഭാഗം ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിവരങ്ങളാണ് കെ വി ബൈജു ഷിരൂരിൽ നിന്നും പങ്കുവച്ചുകൊണ്ടിരുന്നത്. വളരെ പ്രതീക്ഷയുള്ള ദിവസമാണിന്ന്. കാരണം ഇന്നലെ ആ ലോറിയുടെ ഭാഗങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞത് തന്നെ കൂടുതൽ പ്രതീക്ഷ നൽകുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് അർജുനിലേക്ക് എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല ആ അർജുന ലോറിയുടെ ക്യാബിനിലുണ്ട് എന്നുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമാണല്ലോ എല്ലാവർക്കും ഉള്ളത്. നമുക്ക് നല്ല ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം മോർണിംഗ് വൈബ്സ്. അതിൽ പേര് വിവരങ്ങൾ ഉണ്ടാവില്ല എന്നുകൂടി ഞാൻ ഉറപ്പിച്ചു പറയുന്നു. അങ്ങനെ ഉണ്ടാവില്ല. കാരണം അങ്ങനെ ഉണ്ടാകാൻ നിയമസാധുത ഇല്ലെന്നാണ് ഞാൻ അന്വേഷിച്ചിടത്തോളം അറിയാൻ സാധിച്ച ഒരു കാര്യം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് വരട്ടെ. അപ്പൊ സ്ത്രീകൾ എന്തുമാത്രം ഇതിനുള്ളിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാകും. അതായത് സ്ത്രീകളുടെ സഞ്ചാരത്തിന്റെ പ്രശ്നം, സ്ത്രീകളുടെ വേതനത്തിന്റെ പ്രശ്നം, സ്ത്രീകൾ അനുഭവിക്കുന്ന ശാരീരികമായ മാനസികമായ പ്രശ്നങ്ങൾ എല്ലാം തന്നെ ഈ റിപ്പോർട്ടിലുണ്ടാവും. പക്ഷെ പേരുണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും 2017 നടിയെ ആക്രമിച്ച കേസുണ്ടായതിനു ശേഷമാണ്, ആക്രമിച്ച സംഭവം ഉണ്ടായ ശേഷമാണ് സിനിമ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാനുള്ള ഒരു കമ്മീഷൻ ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിൽ രൂപപ്പെടുകയും ജസ്റ്റിസ് ഹേമ അധ്യക്ഷനായ ഒരു കമ്മീഷൻ രൂപപ്പെടുകയും അതേ തുടർന്ന് 5 വർഷത്തോളം ആ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടരുത്, അങ്ങേയറ്റം കോൺഫിഡൻഷ്യലായി ഈ റിപ്പോർട്ട് സൂക്ഷിക്കണമെന്ന് ജസ്റ്റിസ് ഹേമ തന്നെ സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ കണ്ട കാലയളവിലൊന്നും ഈ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരാതിരുന്നത്. പക്ഷേ വിവരാവകാശ കമ്മീഷനാണ് ഇത് മറ്റുള്ളവരുടെ സ്വകാര്യതയെ മാനിക്കുന്ന തരത്തിൽ, അതിനെ ഹനിക്കുന്ന റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ സൂചനകൾ ഇല്ലാത്ത തരത്തിലേക്ക് റിപ്പോർട്ട് മാറ്റി എഴുതണമെന്നും അതിലെ കണ്ടന്റുകൾ അത്തരത്തിലേക്ക് തിരുത്തണമെന്നും ആവശ്യപ്പെട്ട്, മാത്രമല്ല ഇത് ആവശ്യപ്പെടുന്നവർക്ക് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം കൈമാറണമെന്ന് ആവശ്യപ്പെട്ട് വിവരാവകാശ കമ്മീഷനാണ് ഇങ്ങനെ സജഷൻ വെച്ചത്. തുടർന്നാണ് ഈ ഹേമ കമ്മീഷൻ ഷിരൂരിൽ അർജുനായുള്ള തെരച്ചിലത്
നീണ്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇടയ്ക്ക് നിന്നുപോയിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും ഇന്നലെ പുനരാരംഭിച്ചു. ഇന്ന് 30 ദിവസമായി, ഏതാണ്ട് ഒരു മാസമാണ് അർജുനെ കാണാതെ ആയിട്ട്. അർജുനായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ഇന്ന് അർജുനയ്ക്ക് എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷ വയ്ക്കുകയും ചെയ്യുന്നു. നമ്മളിനി പോകുന്നു വയനാട്ടിലേക്കാണ്. സംസ്ഥാനത്ത് ഉടനീളം വലിയ തോതിൽ മഴ പെയ്യുന്നുണ്ട്. വയനാട്ടിലും ദുരന്തമേഖലകളിലൊക്കെ മഴയുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടതാണ് താൽക്കാലിക പാലമൊക്കെ ഒലിച്ചു പോകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും നമുക്ക് വയനാടിനെ ചേർത്ത് നിർത്താം, വയനാടിനൊപ്പം നിൽക്കാം. അതിജീവനത്തിൻ്റെ പാതയിലാണ് വയനാട്. ഇതിന്റെ മലയാളം എന്നുയിരിന്റെ താളം തോളോടു തോൾ ചേരും മലയാളമേ നെഞ്ചം നിറയ്ക്കുന്ന അഭിമാനമേ കൂടപ്പിറപ്പെന്ന വരദാനമേ ഉലകെങ്ങും പുകഴ് പെറ്റ ഒരു നാമമേ അവരന്റെ ഉയിരിനെ ദൈവമായി കാക്കുന്ന ഒരു മതൻ മണ്ണെന്റെ മലയാളമേ ഇതെന്റെ മലയാളം ഇതെന്റെ അടയാളം എന്റെ മലയാളം എന്നുയിരിന്റെ താളം ഇതെന്റെ മലയാളം എന്റെ അടയാളം എന്നുയിരിന്റെ താളം ഇതെന്റെ മലയാളം താങ്ങായി മാറും നമ്മൾ തോളോടു തോൾ ചേരും അടയാളം എന്നും കൈതാങ്ങും പുണ്യമെൻ മലയാളം എന്റെ മലയാളം ഇതെന്റെ അടയാളം ഇതെന്റെ മലയാളം. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ ചൂരൽമലയിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ 16ാം ദിവസത്തിലേക്ക്. ദുരന്ത മേഖലയിൽ അതിശക്തമായ മഴ ഇടവിട്ട് പെയ്യുന്നുണ്ടെങ്കിലും ഇത് വകവയ്ക്കാതെയാണ് രക്ഷാദൗത്യം. ചാലിയാർ പുഴയുടെ ഇരുകരകളിലും NDRFും അഗ്നിശമന സേനയും SOGയും ചേർന്നാണ് തെരച്ചിൽ നടത്തുന്നത്. 200-ലേറെ സിവിൽ ഡിഫൻസ് വളണ്ടിയേഴ്സിനെ ഉൾപ്പെടുത്തി ചൂരൽമല, പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ മേഖലകളിലും തെരച്ചിൽ നടത്തുന്നുണ്ട്. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ 16ാം ദിവസവും ചാലിയാർ പുഴയുടെ മുണ്ടേരി ഫാം മുതൽ പരപ്പൻപാറ വരെയുള്ള ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്നും വ്യാപകമായി തന്നെ നടത്തും എന്നാണ് രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് 60 പേരടങ്ങുന്നവരായിരിക്കും ഈ തെരച്ചിൽ ദൌത്യത്തിന്റെ ഭാഗമാകുക. അതോടൊപ്പം വനമേഖലകളിലും തെരച്ചിൽ നടത്തും. സാഹസികമായ ഒരു ദൌത്യമാണ് ഈ ചാലിയാർ പുഴയുടെ ഈ ശക്തമായ കുത്തൊഴുക്കുള്ള ഭാഗങ്ങളിലെ തെരച്ചിൽ. അതുകൊണ്ട് തന്നെ സന്നദ്ധ പ്രവർത്തകരെ കഴിഞ്ഞ ദിവസം മുതൽ ഈ തെരച്ചിൽ നടപടികളിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. സ്വാഭാവികമായി വൈദഗ്ധ്യം നേടിയിട്ടുള്ള, പ്രത്യേക പരിശീലനം നേടിയിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ 60-അംഗ സംഘത്തെ ഇതിനുവേണ്ടി മാത്രം സജ്ജമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം വനമേഖലകളിൽ തെരച്ചിൽ നടത്താൻ മറ്റൊരു സംഘമുണ്ട്. കഴിഞ്ഞ ദിവസത്തേതുപോലെ മുണ്ടക്കൈ, ചൂരൽമല ഉൾപ്പെടെയുള്ള മേഖലകളിൽ NDRFും അഗ്നിശമന സേനയും ചേർന്നായിരിക്കും വ്യാപകമായ തെരച്ചിൽ നടത്തുക. കഴിഞ്ഞ ദിവസങ്ങളിൽ SOG സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് വനമേഖലകളിൽ നടത്തിയ തെരച്ചിലിനിടയിൽ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയ സ്ഥലത്ത് കൂടുതൽ പരിശോധന ശക്തമാക്കാനാണ് തീരുമാനം. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് കണ്ടെത്തുന്ന ശരീരഭാഗങ്ങൾ, മൃതദേഹ ഭാഗങ്ങൾ എയർലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായി മാറുന്നത് കഴിഞ്ഞ ദിവസം മുതൽ വയനാട്ടിൽ അതിശക്തമായ മഴ പെയ്യുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കാലാവസ്ഥ പ്രതികൂലമായാൽ ഇവിടേക്ക് ഈ രക്ഷാദൌത്യത്തിൽ ഏർപ്പെടുന്ന ഉദ്യോഗസ്ഥരെ എയർലിഫ്റ്റ് ചെയ്ത് എത്തിക്കാനും അവിടെ നിന്ന് കണ്ടെത്തുന്ന മൃതദേഹ ഭാഗങ്ങൾ എയർലിഫ്റ്റ് ചെയ്ത് തിരികെ കൽപ്പറ്റ SKMJ സ്കൂൾ ഗ്രൌണ്ടിലേക്ക് എത്തിക്കാനും വലിയൊരു വെല്ലുവിളി നേരിടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായി ഈ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ ഉപയോഗിച്ച് ഈ കണ്ടെത്തുന്ന മൃതദേഹഭാഗങ്ങൾ അവിടെ തന്നെ സൂക്ഷിച്ച് അടുത്ത ദിവസം കാലാവസ്ഥ അനുകൂലമാകുന്ന മുറയ്ക്ക് ഇവിടേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നീക്കമായിരിക്കും നടത്തുക. എന്തായാലും മന്ത്രിസഭാ ഉപസമിതി നൽകുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രക്ഷാദൌത്യം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആശങ്കകൾക്ക് പരിഹാരം കാണുന്നതുവരെ കാണാതായവർക്ക് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ തെരച്ചിൽ ഇങ്ങനെ തന്നെ തുടരുമെന്നാണ് മന്ത്രിമാരടക്കം വ്യക്തമാക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, 16 ദിവസം പിന്നിടുമ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളെ കുടുംബമായി
മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ സജീവമായി തന്നെ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം റവന്യൂ മന്ത്രി തന്നെ നമ്മളോട് വ്യക്തമാക്കിയതുപോലെ 580-ലേറെ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം അത് ഈ മാസം തന്നെ പൂർത്തിയാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സന്നദ്ധ സംഘടനകളുടെയും സർക്കാർ സംവിധാനങ്ങളുടെയും ഒക്കെ സഹകരണത്തോടെയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിൽ നിന്ന് ഉരുൾപൊട്ടൽ ദുരന്തം സകലതും തകർത്തെറിഞ്ഞവർക്ക് അതിജീവനത്തിന് വേണ്ടി നാടിന് നാനാമേഖലകളിൽ നിന്നും സഹായപ്രവാഹം തുടരുകയാണ്. നാഷണൽ ലീഗിന്റെ നേതൃത്വത്തിൽ 50 ഫ്ളാറ്റുകളാകും വിവിധ ക്യാമ്പുകളിൽ കഴിയുന്ന കുടുംബങ്ങൾക്കായി കൈമാറുക. ആദ്യഘട്ടത്തിൽ 8 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള ഫ്ളാറ്റുകൾ ഇതിനോടകം തന്നെ തയ്യാറായും കഴിഞ്ഞു. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മുണ്ടക്കയെയും ചൂരൽമലയും വീണ്ടെടുക്കുന്നതിന് വേണ്ടി സർക്കാർ ഒരുക്കുന്ന സംവിധാനങ്ങൾക്ക് ഒപ്പം രാജ്യത്തിനകത്തും പുറത്തുമുള്ള നിരവധി സന്നദ്ധ സംഘടനകളും സഹായവുമായി ഇതിനോടകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. അവിടെയാണ് നാഷണൽ ലീഗ് സമാനമായ തരത്തിൽ പുനരധിവാസത്തിനു വേണ്ടി ഒരു പ്രത്യേക പാക്കേജ് തന്നെ തയ്യാറാക്കുന്നത്. നാഷണൽ ലീഗിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി ഭാരവാഹികൾ എന്നോടൊപ്പം ചേരുന്നു. ഏത് തരത്തിലാണ് നിങ്ങൾ ഈ പുനരധിവാസത്തിന് വേണ്ടി ഈ ഒരു സംഘടനയുടെ ഭാഗത്തു നിന്നുള്ളൊരു സഹായം നൽകാൻ ഒരുങ്ങുന്നത്? ഞങ്ങൾ വളരെ വ്യത്യസ്തമായ ഒരു നിലപാടാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ആളുകളെ ക്യാമ്പിൽ ദുരിതാശ്വാസ ക്യാമ്പ് എന്ന് പറയുന്നു എന്നല്ലാതെ ക്യാമ്പിനകത്ത് സ്വാഭാവികമായി വന്നുചേരുന്ന ദുരിതങ്ങളെ ഇല്ലാതാക്കുകയും അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഭവനങ്ങൾ, സ്വതന്ത്രമായ വീടുകൾ നൽകുകയും ചെയ്യുക. അതിലൂടെ ഈ ഭാവി കരുപ്പിടിപ്പിക്കുന്നതിനാവശ്യമായ ഒരു സംവിധാനത്തിലേക്ക് ആ ഗൃഹനാഥന് ഇറങ്ങിപ്പോയി നാളെയെക്കുറിച്ച് ചിന്തിക്കാൻ അവസരമുണ്ടാകുന്ന കുടുംബങ്ങൾക്ക് സുരക്ഷിതത്വം ഉണ്ട് എന്ന് തീർച്ചയായും ഉറപ്പുവരുത്താവുന്ന ഒരു സംവിധാനമാണ് ഉണ്ടാവേണ്ടത് എന്ന നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് സ്വന്തമായി ഒരു ഫ്ളാറ്റിൽ ആ കുടുംബത്തെ വ്യത്യസ്തമായി താമസിപ്പിക്കുക എന്ന നിലയിലുള്ള നിലപാടിലേക്ക് ഞങ്ങൾ അങ്ങനെ എത്ര ഫ്ളാറ്റുകളായിരിക്കും? എങ്ങനെ എത്ര ഫ്ളാറ്റുകളായിരിക്കും? ഞങ്ങൾ 50 കുടുംബങ്ങളെയാണ് ആദ്യഘട്ടം എന്ന നിലയിൽ ഈ ഫ്ളാറ്റുകളിൽ താമസിപ്പിക്കുന്നത്. അതിൽ 8 കുടുംബങ്ങൾ ഈ ഫ്ളാറ്റിൽ ഇന്ന് താമസം ആരംഭിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ 6 കുടുംബങ്ങളുടെ താമസം മറ്റൊരു പ്രദേശത്ത് നടക്കുന്നു. എവിടെയാണ് ഏത്? കുന്നംപറ്റയിൽ ഇപ്പോ ഒരു 8 ഫ്ളാറ്റുകളുണ്ട്. അപ്പൊ ഇന്നിപ്പോ പരിപാടി നടക്കുന്നത് പാൽവയല്, മണിവയലില് 6 ഫ്ളാറ്റ്, ചുങ്കത്തറയിൽ 20 ഫ്ളാറ്റ്, 20 ഫ്ളാറ്റിലെ പുനരധിവാസം ആരംഭിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ ആളുകളുമായി സംസാരിച്ചോ? അതായത് ആരെയാണോ ക്യാമ്പ് ഇവിടുന്ന് ഈ ഫ്ളാറ്റിലേക്ക് മാറ്റുന്നത് അവരെ അവിടുന്ന് അങ്ങ് മാറ്റുകയാണ്. അവരുടെ ജനിച്ച സ്ഥലമാണ്. അത് വിട്ടുവരാനുള്ള വേദനയൊക്കെ അവരുടെ ഉള്ളിൽ ഉണ്ട്. സ്വാഭാവികം, നമുക്കറിയാം അത്. അപ്പോൾ അവരുടെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ ഇതിനോട്? മേപ്പാടി ക്യാമ്പിൽ നിന്നുള്ളവരാണ് ഇങ്ങോട്ടേക്ക് മാറ്റുന്നത്. അപ്പോൾ ഈ മേപ്പാടി പഞ്ചായത്തിൽ ചുറ്റളവിലുള്ള ഒരു 4-5 കിലോമീറ്ററിലാണ് ഇവർക്ക് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് അത്രയധികം ദൂരമല്ല. അപ്പോൾ അവിടെ വിദ്യാഭ്യാസം ആയിക്കോട്ടെ, അവരുടെ ജോലിയുടെ കാര്യമായിക്കോട്ടെ, ഈ ഒരു പഞ്ചായത്തിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് കണ്ടെത്താനും അതുമായി സഹകരിച്ചു പോകാനും കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായി 50-ലേറെ വീടുകൾ ഈ പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 50 കുടുംബങ്ങൾക്ക് നൽകുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. സ്വാഭാവികമായി സർക്കാരിനുണ്ടാകാമായിരുന്ന വലിയൊരു സാമ്പത്തിക ബാധ്യതയിൽ ഒരു പരിധി അങ്ങ് മാറ്റാൻ, അതിൽ ഒരു ലഘൂകരിക്കാൻ ഈ ഒരു ഉദ്യമത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും സഹായങ്ങൾ വേണ്ടത് ഭക്ഷണത്തിനല്ല, പുനരധിവാസത്തിനാണ്. ആ പുനരധിവാസം എന്ന് പറയുന്നത് ആ ഒരു ചേർത്ത് നിൽക്കലിന്റെ മാതൃക തന്നെയാണ്. ആ മാതൃകയാണ് നാഷണൽ ലീഗ് ഈ 50 വീടുകൾ അവർക്ക് അല്ലെങ്കിൽ 50 ഫ്ളാറ്റുകൾ നൽകുന്നതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ക്യാമറമാൻ KP ധനേഷിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. സംസ്ഥാനത്ത് മഴ കനക്കും. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. കണ്ണൂർ, കാസർഗോഡ് ഒഴികെ മറ്റ് 10 ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇറങ്ങരുതെന്നും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. തെക്കൻ ശ്രീലങ്കയ്ക്ക് മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടതും റായലസീമ മുതൽ കോമറൈൻ മേഖല വരെ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നതും 5 ദിവസം വ്യാപകമായ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് വഴിവെക്കും എന്നുള്ളതാണ് മുന്നറിയിപ്പ്. ഓഗസ്റ്റ് 15 വരെ അതിശക്തമായ മഴയ്ക്കും 17-ാം തീയതി വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഐഷത്തുൽ ഷംന ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. ഷംന, ഒരിടവേള ആയിരുന്നു, വീണ്ടും മഴ ശക്തിപ്പെടുകയാണ്. സംസ്ഥാനത്ത് ഇന്ന് കാര്യമായി മഴ പെയ്യുമെന്നുള്ളത് തന്നെയല്ലേ മുന്നറിയിപ്പ്?
തീർച്ചയായും എൽദോ, ഇന്ന് 12 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. 2 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ബാക്കി 10 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടുമാണ്. വരും ദിവസങ്ങളിലും ശക്തമായി തന്നെ മഴ തുടരുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. തെക്കൻ ശ്രീലങ്കയ്ക്ക് മുകളിൽ ചക്രവാത ചുഴിയും ഒപ്പം ന്യൂനമർദ്ദ പാത്തിയും നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ ഫലമായാണ് കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുന്നത്. 15-ാം തീയതി വരെ അതിശക്തമായ മഴക്കും 17 വരെ ഓഗസ്റ്റ് 17 വരെ ശക്തമായ മഴയ്ക്കുമാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ കേരള, ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് പോവരുത്, അതുപോലെ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം തുടങ്ങിയ മുന്നറിയിപ്പുകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് സാധ്യത, അതുപോലെ മണ്ണിടിച്ചിൽ സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അനാവശ്യ യാത്രകൾ ഉൾപ്പെടെ ഒഴിവാക്കണമെന്ന് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ശക്തമായി തന്നെ മഴ തുടരുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. എൽദോ, ഷംന, ഈ മഴ ഇന്നലെ മുതൽ ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ രാത്രി തന്നെ വലിയ മഴയുണ്ടായിരുന്നു. ഈ സംസ്ഥാനത്ത് മറ്റു ഭാഗങ്ങളാണെങ്കിൽ പോലും കാര്യമായിട്ടുള്ള വെള്ളക്കെട്ടോ അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങളോ, നദിയിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമോ അങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? എൽദോ, ഇന്നലെ രാത്രി മുതൽ തന്നെ തിരുവനന്തപുരം ഒക്കെ നല്ല മഴയായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ കാര്യമായ അത്തരത്തിൽ ഉയർന്ന വെള്ളക്കെട്ടോ അല്ലെങ്കിൽ അത്തരം പ്രത്യേക പ്രശ്നങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എങ്കിലും സംസ്ഥാനത്ത് ഉടനീളം വ്യാപക മഴയാണ്. രാവിലെ തിരുവനന്തപുരത്ത് മഴ ചെറിയൊരു ശമനമുണ്ടെങ്കിൽ പോലും ശക്തമായി വിവിധ മേഖലകളിൽ ഒറ്റപ്പെട്ട മഴ തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഒപ്പം ഉയർന്ന തിരമാലയ്ക്കും മണിക്കൂറിൽ 75 കിലോമീറ്റർ വരെ ഉയർന്നടിക്കാവുന്ന ശക്തമായി വീശിയടിക്കാവുന്ന കാറ്റിനൊക്കെ സാധ്യതയുണ്ടെന്ന് കൂടി കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. റൈറ്റ്, ഷംന, ഐഷുത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് മഴയുണ്ട്, കരുതലോടുകൂടി തന്നെ പുറത്തേക്ക് പോവുക. അപ്പോൾ ഓഫീസും സ്കൂളിലൊക്കെ പോകുന്നവരൊക്കെ കരുതലെടുക്കുക. ഒരുപാട് കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്. കോട്ടയത്ത് ഹെവി റെയിൻ ആണ് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്, വലിയ മഴയാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലായിടത്തും മഴയുണ്ട് കാര്യമായിട്ട് തന്നെ. അപ്പോൾ അതിൻ്റെ കരുതലിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ് പ്രതി രാഹുൽ പി ഗോപാലും പരാതിക്കാരിയും ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാകും. ഇരുവരോടും നേരിട്ട് ഹാജരാകാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് എത്തുന്നത്. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് എ ബദറുദ്ദീൻ ഇരുവരോടും നേരിട്ട് ഹാജരാകാൻ ഉത്തരവിട്ടത്. ഡാനി പോൾ ചേരുന്നു. ഡാനി, വലിയ ചർച്ചയായ, വലിയ കോലിളക്കമുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. ഏറ്റവും ഒടുവിൽ അത് കേസ് പിൻവലിക്കുക എന്നുള്ള രീതിയിലേക്ക് കോടതിയെ സമീപിക്കുന്ന സാഹചര്യം. എപ്പോഴാണ് ഇത് പരിഗണിക്കുക? എൽദോ, ഇന്ന് രാവിലെ 10:30 ആ കേസ് പരിഗണനയ്ക്ക് വരും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ സമയത്ത് രണ്ടുപേരും കോടതിയിൽ ഹാജരാകണം. ജസ്റ്റിസിന് മുമ്പാകെ ഹാജരായി എന്താണ് ഇത് സംബന്ധിച്ച് തങ്ങൾക്ക് പറയുവാനുള്ളതെന്ന് നേരിട്ട് വിശദീകരിക്കണം എന്നതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജസ്റ്റിസ് നേരിട്ട് ഇത്തരം കാര്യങ്ങളിൽ സംബന്ധിയായി ഏത് വിശദീകരണമാണ് ഇവർക്ക് നൽകാനുള്ളത് എന്നതാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകം. കാരണം എൽദോ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വളരെയധികം കേരളത്തിൽ ചർച്ച ചെയ്ത വിവാദങ്ങളുണ്ടാക്കിയ ഒരു കേസാണിത്. കാരണം ഇതിന് 2 ഘട്ടങ്ങളുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ പെൺകുട്ടിയുടേതായ മൊഴിയും അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ, വസ്തുതകളും എല്ലാം തന്നെ പുറത്തു വരുന്നു. ഭർത്തൃ വീട്ടിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ വരുന്നു. ആ സ്ത്രീധന സംബന്ധിയായ വിഷയങ്ങൾ വലിയ രീതിയിൽ തനിക്ക് ആ വീട്ടിൽ നിന്ന് ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വന്നു. അങ്ങനെ ആ കേസ് അതിൻ്റേതായ രീതിയിലേക്ക് പോകുമ്പോൾ രാഹുൽ പി ഗോപാൽ അയാൾ വിദേശത്തേക്ക് രക്ഷപ്പെടുന്നു. അതിനെ ഒത്താശ ചെയ്ത് സുഹൃത്തുക്കളുണ്ടായിരുന്നു, പോലീസിലടക്കം സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഈ കേസിലെ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ രാഹുൽ പി ഗോപാൽ 1ാം പ്രതിയും വീട്ടുകാരും അതോടൊപ്പം വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ച സുഹൃത്തും ഒരു പോലീസുകാരനും ഉൾപ്പെടെ ഇതിലേക്ക് വരികയും ചെയ്തിരുന്നു. പിന്നീട് ഈ പെൺകുട്ടി വലിയ വെളിപ്പെടുത്തലാണ് പിന്നീട് സമൂഹ മാധ്യമത്തിലൂടെ നടത്തിയത്. തനിക്ക് തൻ്റെ തന്നെ വീട്ടുകാരുടെ സമ്മർദ്ദങ്ങളുടെ, സ്വാധീനങ്ങളുടെ ഫലമായാണ് ഇങ്ങനെ മൊഴി നൽകേണ്ടി വന്നത്. രാഹുൽ പി ഭർത്താവായ രാഹുൽ തന്നെ ഉപദ്രവിച്ചിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞതെന്തോ അതിന് ഘടകവിരുദ്ധമായിട്ട് തന്നെയാണ് പിന്നീട് മൊഴി അടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് പുറത്തു വരികയും ചെയ്തത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇതിനിടയിൽ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് പെൺകുട്ടിയുടെ സത്യവാങ്മൂലമടക്കം പ്രതിഭാഗം ഹൈക്കോടതിയിലേക്ക് എത്തിയതും കേസ് ഇതിൽ റദ്ദ് ചെയ്യണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു തുടർ നടപടികളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കോടതിയിൽ ഹാജരാകുന്നത്. വിദേശത്ത് നിന്ന് കഴിഞ്ഞ ദിവസം എത്തിയ രാഹുൽ പി ഗോപാലിനെ ഡൽഹിയിൽ വെച്ച് പോലീസ് പിടികൂടിയിരുന്നു. കാരണം നേരത്തെ നൽകിയ ലുക്കൌട്ട് നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു
തുടർന്ന് കേരള പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ ഹൈക്കോടതിയുടെ അടക്കമുള്ള നിർദ്ദേശങ്ങളുണ്ട്. ഈ കോടതി ഹാജരാവുന്നതിന് വേണ്ടി വരികയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അത് ഈ നടപടികളിലേക്ക് പോകരുത് എന്ന് കേരള പോലീസ് അറിയിച്ചതനുസരിച്ച് അദ്ദേഹത്തിന് നാട്ടിലേക്ക് വരാനും കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് കോടതിയിൽ ഹാജരാകും എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമായി കോടതിയിലേക്ക് എത്തും. എന്തായാലും പെൺകുട്ടിയുടെ മൊഴി കോടതിക്ക് മുൻപാകെ എന്ത് പറയുന്നു എന്നതാണ് നിർണായകം. കഴിഞ്ഞ ദിവസം കേസ് പരിഗണിക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ പറയുകയുണ്ടായിരുന്നു, ഇതിൽ അവർ സമൂഹ മാധ്യമങ്ങളിലോ മറ്റെവിടെയെങ്കിലുമോ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നതല്ല, എന്താണ് മൊഴി നൽകിയത്, അതിൽ എന്താണ് ഇപ്പോൾ പറയാനുള്ളതെന്ന് കോടതിക്ക് മുൻപാകെ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിലെ ഒരു നടപടികൾക്ക് വേണ്ടി ഉതകുക. അതുകൊണ്ട് ഈ പ്രൊസീജിയർ മുന്നോട്ട് തന്നെ പോകും എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്തായാലും ഇന്ന് അവർ കോടതിയിൽ ഹാജരാകുന്നതും ജഡ്ജിക്ക് മുൻപാകെ എന്ത് പറയുന്നുവെന്നതും ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. വളരെ നിർണായകമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഒരു പന്തീരംഗ ഗാർഹിക പീഡന കേസ് വലിയ തോതിൽ ചർച്ച ചെയ്തതാണ്. പക്ഷേ പിന്നീട് അതിൽ മൊഴിമാറ്റമുണ്ടാകുന്ന സാഹചര്യം ഇപ്പോൾ നേരിട്ട് കോടതിയിൽ ഹാജരാകാനാണ് രണ്ടുപേരോടും വാദിയോടും പ്രതിയോടും കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. തൃശൂർ പൂരം നടത്തിപ്പ് വിവാദത്തിൽ പ്രത്യേക യോഗം വിളിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തൃശൂർ കളക്ടറേറ്റിൽ ഇന്ന് രാവിലെ 10 മണിക്കാണ് യോഗം ചേരുന്നത്. ജില്ലാ കളക്ടർ, മന്ത്രിമാർ, പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. കഴിഞ്ഞ തവണത്തെ തൃശൂർ പൂരം വെടിക്കെട്ട് നടത്തിപ്പിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് ശ്രമം. വെടിക്കെട്ട് നിർത്തിവെക്കണമെന്ന സമീപനമായിരുന്നു കഴിഞ്ഞ തവണ പോലീസിൻ്റേത്. ഇതേ തുടർന്ന് രാത്രിയിലെ വെടിക്കെട്ട് തിരുവമ്പാടി ദേവസ്വം നിർത്തിവെച്ചു. രാത്രി നടത്തേണ്ട വെടിക്കെട്ട് രാവിലെയാണ് ദേവസ്വം നടത്തിയത്. ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ് യോഗം ചേരുന്നത്. പാലക്കാട് മണ്ണാർക്കാട് AYF നേതാവ് ഷാഹിന ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ CPI നേതാവ് സുരേഷ് കൈതച്ചിറയെ അറസ്റ്റ് ചെയ്യണമെന്ന് ഷാഹിനയുടെ കുടുംബം. സുരേഷ് കൈതച്ചിറയെ അറസ്റ്റ് ചെയ്യുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ഷാഹിനയുടെ ഭർത്താവ് സാദിഖ് പറഞ്ഞു. ജൂലൈ 22-ന് ഷാഹിനയെ മണ്ണാർക്കാട് വടക്കുമണ്ണത്തെ വാടക വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. ഇതിനു പിന്നാലെ ഷാഹിനയുടെ മരണത്തിന് കാരണം CPI നേതാവ് സുരേഷ് കൈതച്ചിറയാണെന്ന ആരോപണവുമായി ഭർത്താവ് സാദിഖ് രംഗത്തു വന്നു. സുരേഷിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഷാഹിനയുടെ ഭർത്താവ് സാദിഖ്, മക്കൾ, സഹോദരിമാർ, കുടുംബാംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധ ധർണ നടത്തി. കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. വീടും സ്ഥലവും വിറ്റ 12 ലക്ഷം രൂപയും വിവിധ വായ്പകൾ എടുത്ത തുകയും കച്ചവട സ്ഥാപനത്തിൽ പങ്കാളിത്തം വാഗ്ദാനം ചെയ്ത് സുരേഷ് തട്ടിയെടുത്തുവെന്നാണ് ഷാഹിനയുടെ കുടുംബത്തിന്റെ ആരോപണം. സുരേഷുമായുള്ള ബന്ധത്തെക്കുറിച്ച് CPI നേതാക്കളോട് പരാതി പറഞ്ഞെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്നും കുടുംബം ആരോപിക്കുന്നു. നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. സുരേഷിനെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് ഷാഹിനയുടെ ബന്ധുക്കളുടെ തീരുമാനം. അതേസമയം ഷാഹിനയുടെ ഭർത്താവ് സാദിഖിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് CPI അറിയിച്ചു. ന്യൂസ് 18 പാലക്കാട്. ഷിരൂരിൽ രക്ഷാദൗത്യത്തിന്റെ സമയം അത് ആവുകയാണ്. അല്പസമയത്തിനകം തന്നെ അവിടെ രക്ഷാദൗത്യം ആരംഭിക്കുകയും ചെയ്യും. ഇപ്പോൾ സമയം 7:43 ഈശ്വർ മാൽപ്പയും സംഘവും അവിടെ ദുരന്ത മേഖലയിലേക്ക് എത്തുന്നു. നേരത്തെ KV ബൈജു മനാഫിനോടും ഒപ്പം സഹോദരി ഭർത്താവ്, അർജുൻ്റെ സഹോദരി ഭർത്താവ്, അവരൊക്കെ അവിടെയുണ്ട്. അവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. കുടുംബാംഗങ്ങൾ അർജുനിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇന്ന് രക്ഷാദൗത്യമല്ല തെരച്ചിൽ നടക്കുന്ന സ്ഥലത്തേക്ക് അവരെത്തുക. അപ്പോൾ ഈശ്വർ മൽപ്പയ്ക്കും സംഘത്തിനും ഒപ്പം നേവിയും NDRF ഇന്ന് പങ്കെടുക്കുമെന്നുള്ളതാണ് ലഭ്യമാവുന്ന വിവരം. അറിയിപ്പും അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലേക്കാണ് എത്തുന്നതാലും അവർ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു. ഇന്ന് 1 മാസം പിന്നിടുന്ന ഈ ദിവസം അർജുനിലേക്ക് എത്താൻ കഴിയുമെന്ന്. ഇപ്പൊ നമ്മൾ വണ്ടി വീണ സമയത്ത് നമുക്കൊരു ജാക്കറ്റ് ഇട്ടുണ്ട്. ആ സമയത്ത് ആദ്യ സ്ഥലത്തിൽ ഞങ്ങൾ ഇപ്പൊ തേടുക. ഇന്നലെ അവശിഷ്ട ഭാഗം കിട്ടിയ ആ സ്ഥലത്ത് തന്നെ ആയിരിക്കുമല്ലേ നമുക്ക് ഇന്ന്? കണ്ടിപ്പാ ഇന്ന് ആ പ്രദേശത്തിൽ തന്നെയാണ് ഇന്നുള്ളത് അല്ലേ? ശരി. ഇന്ന് അവിടെ തന്നെ പോകുക. ഒരു 9 മണിക്ക് ഞങ്ങൾ തുടങ്ങും. ഇന്ന് നടക്കുന്ന തെരച്ചിലിൽ പ്രതീക്ഷയുണ്ടെന്നാണ് അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ പറഞ്ഞത്. ലോറിയുടെ ജാക്കി കണ്ടെത്തിയത് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ഒഴുക്ക് കുറഞ്ഞതിനാൽ നദിക്കടിയിൽ കാര്യങ്ങൾ വ്യക്തമായി കാണുന്നുണ്ടെന്നാണ് ഈശ്വർ മൽപ്പയെ തങ്ങളെ അറിയിച്ചത്. ഈശ്വർ മൽപ്പെ സംഘത്തിന് ഒപ്പം നേവി NDRF സംഘവും തെരച്ചിലിനിറങ്ങുമെന്ന് കളക്ടർ അറിയിച്ചുവെന്നും ജിതിൻ ന്യൂസ് 18 പറഞ്ഞു. തീർച്ചയായിട്ടും ഇന്ന് ഒരു ശുഭാപ്തിവിശ്വാസത്തിലാണ്. കാരണം ഈശ്വർ മൽപ്പയുടെ സംഘം അതിനു പുറമെ നേവി, SDRF, NDRF എന്നീ സംഘങ്ങളും ഉണ്ടാകുമെന്നാണ് ഇന്നലെ അറിയിപ്പ് കിട്ടിയത്.
നേവിയുടെ സംഘം ഉണ്ടാകുന്നുള്ള ഒരു ഒഫീഷ്യൽ റിപ്പോർട്ട് നമുക്ക് കളക്ടർ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരെ ഒരു പങ്കാളിത്തം നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഇന്ന് ഒരു നല്ല ദിനം തന്നെ ആകുമെന്നാണ് കരുതുന്നത്. എന്തെങ്കിലും ഹോപ്പ് ഇന്ന് ഉണ്ടാകും. അത് 29 ദിവസമായിരിക്കുന്നു. നമുക്ക് ഇന്നലെ ഈ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം പ്രതീക്ഷ മറ്റ് അർജുനിലേക്ക് അധികയിലേക്ക് എത്തി എന്ന ഒരു പ്രതീക്ഷ കുടുംബത്തിനുണ്ട്. ഇന്നലെ ഈശ്വർ മാൽപ്പയുമായിട്ട് സമ്പാദിച്ചതിൽ പ്രകാരം അദ്ദേഹത്തിന് കോൺഫിഡന്റ് ഉണ്ട്. കാരണം ജലത്തിന്റെ അടിയിൽ നല്ല വിസിബിലിറ്റി അദ്ദേഹത്തിന് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ്. ഈ വണ്ടി ഇനി ചളിയിലാണെങ്കിലും അത് ലൊക്കേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന രീതിയിൽ ആണ് നമുക്ക് മനസ്സിലാവുന്നത്. മറ്റൊരു കാര്യം, വിവാദത്തിലേക്കോ ഒന്നും നമ്മൾ കടക്കേണ്ട ഒരു സമയമല്ല എന്നറിയാം. ഇന്നലെ കാർവാർ MLA പറഞ്ഞത് കേരളത്തിന്റെ ഭാഗത്ത് നിന്നും നമുക്കൊരു യന്ത്രം എത്തിക്കാമെന്ന് പറഞ്ഞാൽ അത് എത്തിക്കാൻ സാധിക്കും. ആ യന്ത്രം ഇന്നെങ്കിലും എത്തിക്കാനുള്ള ഏതെങ്കിലും നടപടി നമ്മുടെ കേരള സർക്കാരിന്റെ ഭാഗത്തുണ്ടായോ? ബന്ധുക്കളുമായി ബന്ധപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അത് അവർ കൊടുത്ത റിപ്പോർട്ട് പ്രകാരം ആ മെഷീൻ ഇവിടെ ഇറക്കാൻ പറ്റില്ല എന്നുള്ള റിപ്പോർട്ടാണ്. അതിൽ ഇനി എന്താണ് തുടർ നടപടികൾ അവർ തന്നെയാണ് അതിന് ഒരു ക്ലാരിറ്റി വരുന്നത്. ഇനി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അന്നത്തെ സാഹചര്യത്തിൽ ഇറക്കാൻ പറ്റില്ല എന്നൊരു റിപ്പോർട്ടാണ്. അത് ഞാൻ കണ്ടിരുന്ന റിപ്പോർട്ടിന്റെ കോപ്പി. ഇനി ഇന്നത്തെ സാഹചര്യത്തിൽ അത് ഇറക്കാൻ പറ്റുമോ എന്നുള്ളത് അവർ തന്നെയാണ് അത് വിലയിരുത്തേണ്ടത്. മറ്റൊരു കാര്യം, ഇപ്പോൾ ജിതിൻ 6:55 അവിടെ എത്തണം എന്നാണ് പറഞ്ഞത്. എന്തായാലും ഇന്നത്തെ തിരച്ചിൽ അതിലേറ്റവും വലിയ പ്രതീക്ഷ തന്നെയാണ് വെച്ചു പുലർത്തുന്നത്. തീർച്ചയായിട്ടും പ്രതീക്ഷ തന്നെയാണ് വെച്ചു പുലർത്തുന്നത്. കാരണം ഇത്രയും നാളത്തെ ഒരു തെരച്ചിലിനൊരു വിരാമം എന്നാണ്. ഇന്നലെയാണ് നമുക്ക് ആ വാഹനത്തിന്റെ ഒരു ഭാഗം എന്ന് പറയുന്ന ഒരു ജാക്കി നമുക്ക് കിട്ടും. അതൊരു നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുള്ളൊരു കാര്യം തന്നെയാണ്. ഗംഗാവലിപ്പുഴയിലെ തെരച്ചിലിന് ഡ്രഡ്ജർ അത്യാവശ്യമാണെന്നാണ് ലോറി ഉടമ മനാഫ് പറയുന്നത്. കേരളത്തിലെ നേതാക്കൾ അത് കണ്ടറിഞ്ഞ് എത്തിക്കണം. ഗംഗാവലി നദിയിൽ മണ്ണിടിഞ്ഞ സ്ഥലത്തോട് ചേർന്നാണ് ലോറിയുടെ ജാക്കി കണ്ടെത്തിയത്. അതിന് അടുത്ത് തന്നെ ലോറിയും ഉണ്ടാകുമെന്നും മനാഫ് ന്യൂസ് 18 പറഞ്ഞു. മൽപ്പന്റെ കൂടെ തന്നെ മൽപ്പന്റെ മൊത്തം ടീമും ഇന്ന് വരുന്നുണ്ട്. അതേമാതിരി തന്നെ നേവിയും മറ്റെല്ലാ NDRFും എല്ലാ ആളുകളും വരുന്നുണ്ട്. കൂടുതൽ പ്രതീക്ഷയാണ്. കുറച്ച് നേരം വൈകിയെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി വേറെ പരാതികളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇന്ന് തെരച്ചിലിന് വേറെ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ കാലാവസ്ഥയും നല്ല അനുകൂലമാവാനാണ് ചാൻസ് എന്ന് പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ഇതിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവും. മറ്റേ മേജർ റിട്ടയർഡ് ഇന്ദ്രപാൽ കണ്ടെത്തിയ സ്ഥലം മാർക്ക് 4 അവിടെയാണല്ലോ ഇന്ന് മൽപ്പ തെരച്ചിൽ നടത്തുക. അതിന് തൊട്ട് സമീപത്ത് നിന്ന് തന്നെയല്ലേ നമുക്ക് ഈ ലോറിയുടെ ആവശ്യങ്ങളൊക്കെ കണ്ടെത്തി. ഇപ്പം കിട്ടിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരഭാഗത്തായിട്ടുള്ള പുഴയിലാണ് ഈ സാധനങ്ങൾ കിട്ടിയത്. ഓവർ ഡീപ്പിലേക്ക് മൽപ്പ ഇന്നലെ ഇറങ്ങിയിട്ടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ടൈം 4 മണി കഴിഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. ഇന്ന് അതുമാത്രമല്ല, മൽപ്പയ്ക്ക് ഒരാൾ മാത്രമാണല്ലോ ഡൈവ് ചെയ്തത്. കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ മൽപ്പയ്ക്ക് ഇനിയും ഡീപ്പിലേക്ക് പോയി തിരയാൻ പറ്റും. അതേമാതിരി തന്നെ ഇപ്പോൾ വേറൊരു ടാസ്ക് ഉള്ളത്, വലിയൊരു ആൽമരമുണ്ട്. ആ ആൽമരാണ് ടാർഗറ്റ്. അപ്പൊ ഈ ആൽമരം എങ്ങനെ വെളിയിലേക്ക് എടുക്കും, അതിന്റെ അടിയിലാണ് ലോറി ഉള്ളത് എന്നുള്ളതാണ് ഒരു സൂചന. ഈ മാൽപ്പയുമായി ഇന്നലെ സംസാരിച്ചിരുന്നു. മാൽപ്പ എത്രത്തോളം പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു ഇന്നത്തെ തെരച്ചിലിൽ? മാൽപ്പ ആദ്യം മുതലേ പറയുന്ന കാര്യമാണ്. ഇപ്പൊ 5-6 ദിവസമായിട്ട് മാൽപ്പ സ്ഥിരമായി പറയുന്ന ഒരു കാര്യമാണ് ഒഴുക്ക് കുറവുള്ളത്. പിന്നെ മുന്നേ മാൽപ്പ പറഞ്ഞിരുന്നത് 0 വിസിബിലിറ്റി. ഇപ്പൊ അത് മാറി അടിയിൽ നല്ല വൃത്തിയായിട്ട് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതിന്റെ റിസൾട്ടാണല്ലോ ഒരു അരമുക്കാൽ മണിക്കൂറിന്റെ ഉള്ളിൽ 3 ഭാഗങ്ങൾ, അതും നല്ല വെയിറ്റുള്ള സാധനങ്ങളാണ് പുറത്തേക്ക് എത്തിച്ചത്. ഇതെത്തിയോട് കൂടിയിട്ടൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പരിസരത്ത് തന്നെ എവിടോ നമ്മളെ ലോറി കിടക്കുന്നുണ്ട്. ആ ലോറിന്റെ ഭാഗങ്ങൾ തെരഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ലോറിയിലേക്ക് എത്താൻ കഴിയുള്ളൂ. ലോറിയിൽ എത്തിക്കഴിഞ്ഞാൽ അർജുന്റെ കാര്യം എങ്ങനെ എന്താന്നുള്ളത് അറിയാനും പറ്റുള്ളൂ. ഈ ഹൈഡ്രോളിക് ജാക്കി ഇന്നലെ നിങ്ങൾ പെട്ടെന്ന് കണ്ടപ്പോഴാണ് അത് മനാഫൊക്കെ വളരെ വേഗം തിരിച്ചറിഞ്ഞു. അത് നമ്മുടെ തന്നെയാണ്. അതെ, അത് പെട്ടെന്ന് എടുത്ത പാട് തന്നെ അതിന്റെ കളർ ഒരു മഞ്ഞ കളർ ആയി, ഒരു ഫ്ലൂറസും മഞ്ഞമായിരേ. കാരണം ആ ചളി ആയതുകൊണ്ട് പിന്നെ ആ കൺഫ്യൂഷൻ ആയിപ്പോയി. പിന്നെ ജിതിന് മിനറൽ ബോട്ടിലും ടവലൊക്കെ ഇട്ട് തുടച്ചു കഴിഞ്ഞപ്പോഴാണ് അത് ചുവപ്പ് കളർ. ഞാൻ ആദ്യം പറഞ്ഞു ഇത് ഒരു മുന്തിരി കളർ സാധനമാണെന്നുള്ളത്. അത് കൃത്യമായിട്ട് കിട്ടി. ഇനി വേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രഡ്ജർ അത് നിർബന്ധമുള്ള കാര്യമാണ്. അത് നേതാക്കന്മാരെ അത് കണ്ടറിഞ്ഞ് അതിവിടെ എത്തിക്കുന്നുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്താണ് നമ്മളെ എന്താവുന്നത്
കർണാടകക്കാർക്ക് നമ്മളോട് ഒരു കൂടുതൽ നിങ്ങൾ എത്തിച്ചില്ലാലോ ഇങ്ങനെ വിരോധം കാര്യങ്ങളൊക്കെ പറയാനുള്ള ഒരു അവസരം ഉണ്ടായത് ഈ ഒരു ഡ്രഡ്ജറിന്റെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അത് ഇപ്പൊ എന്തായാലും 2 നോട്ട് ഉള്ളൂ. അപ്പം ഈ ഇതില് സുഖസുന്ദരമായിട്ട് അത് ഇറക്കാം. അത് ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് അത് തെരച്ചിൽ ഊർജിതമാക്കാനും കഴിയും. ഇന്നലെ സതീഷ് MLA വളരെ രോഷത്തോടു കൂടിയാണ് സംസ്ഥാന സർക്കാരിനെതിരെ പറയുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ അത് വാടക പോലും കൊടുക്കാമെന്ന് അദ്ദേഹം സ്വന്തം പറയുന്നുണ്ടായിരുന്നു. നമുക്ക് അതിൽ എന്തെങ്കിലും ഒരു വ്യക്തത ഇപ്പോൾ വന്നിട്ടുണ്ടോ? ആ യന്ത്രം എത്തിക്കാനുള്ള നടപടി കേരള സർക്കാരിന്റെ ഭാഗത്ത് സ്വീകരിച്ചിട്ടുണ്ടോ? അതിനുശേഷമെങ്കിലും ഇതുവരെ എന്റെ അറിവിൽ അങ്ങനെ ഒരു നീക്കം നടക്കുന്നതായിട്ട് അറിയില്ല. പിന്നെ ഞങ്ങളെ ഭാഗത്തുനിന്ന് ഒരു കോള് തൃശ്ശൂരിലുള്ള മാഡത്തിനെ വിളിച്ചിരുന്നു. മാഡത്തിന്റെ ഭാഗത്തുനിന്ന് മീറ്റിംഗിലാണെന്നുള്ളത് മാത്രമാണ് കിട്ടിയത്. വേറെ പുതുതായിട്ട് അത് വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. ഇനി അത് വന്നില്ലെങ്കിൽ കർണാടക ഗോവയിലുണ്ടെന്ന് പറയുന്നുണ്ട് MLA അവിടുന്ന് വരുത്തിക്കാൻ കഴിയുമോ എന്നുള്ളത് നോക്കുന്നുണ്ട്. അത് കുറച്ചും കൂടി വലുതാണ്. അത്ര വലുത് ആവശ്യമില്ല എന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ ഈ കേരളത്തിൽ നിന്നുള്ള യന്ത്രം ഇവിടെ എത്തിച്ചാൽ അത് നമുക്ക് ഉപകാരപ്പെടുന്നതാണോ മനാഫ് ഇപ്പോൾ പറയുന്നത്? ഒരു പരിധിവരെയൊക്കെ ഉപകാരപ്പെടും. ഇത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉറച്ചുപോയ ഒരു മലയോ ഇതൊന്നുമല്ല. ആ മണ്ണ് ഭയങ്കര ലൂസാ. അപ്പൊ ഒന്ന് ഇളക്കി വിട്ടാൽ തന്നെ ഇവർക്ക് സ്കൂബ ഡൈവേഴ്സിന് അത് വലിയ ഉപകാരമാണ്. അത് നേവിക്കാരും പറഞ്ഞ കാര്യമാണ്. ഓരോ കയ്യിലില്ലാത്തൊരു സാധനമാണത്. അത് ആ മണ്ണ് ഇളക്കണമെങ്കിൽ ഈ ഒരു യന്ത്രം നിർബന്ധമാണ്. കാരണം എന്നാലേ അറിയാൻ കഴിയുള്ളൂ അവിടെ ആ മൺകൂന എങ്ങനെ വന്നു എന്നുള്ളത്. മറ്റൊരു കാര്യം, ഇന്നലെ രാവിലെ 9 മണിക്ക് നേവി തെരച്ചിൽ നടത്തുമെന്നാണ് ആദ്യം അറിയിച്ചത്. പിന്നീട് ഒരു ആശങ്ക ഉണ്ടായത് ജില്ലാ കളക്ടർ അനുമതി നൽകിയില്ല എന്നാണ്. പക്ഷെ ആ അനുമതി നിഷേധിച്ചുകൊണ്ട് ഇന്നലെ മൽപ്പ രംഗത്തിറങ്ങുന്ന സാഹചര്യമുണ്ട്. ഇന്ന് ഏതെങ്കിലും തരത്തിൽ ജില്ലാ ഭരണകൂടം നേരിട്ട് നമ്മുടെ ഈ രക്ഷാപ്രവർത്തനത്തിന് ഈ രക്ഷാ ദൌത്യത്തിന് മുൻകൈ എടുക്കുന്നുണ്ടോ? അതല്ല ഈ മാൽപ്പയെ സ്വന്തം നിലയിൽ MLA ആ ഒരു അനുഭവത്തിൽ അങ്ങനെ തന്നെയാണ് ഇന്നത്തെ തെരച്ചിലും? ഇന്നലെ തെരഞ്ഞ മാതിരി ആയാൽ മതി. അല്ല, എന്റെ അഭിപ്രായത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു ഇടപെടൽ ഇല്ലാതെ നിൽക്കണതാണ് ഏറ്റവും നല്ലത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ ഒരു ഇഷ്യൂ ഉണ്ടായ അർജുന്റെ ഈ ഇഷ്യൂ ഉണ്ടായ ദിവസം മുതലേ ഈ ജില്ലാ ഭരണകൂടത്തിന്റെ അനാസ്ഥ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഇത്രയും നല്ല ഒരു കാലാവസ്ഥ, കോടതി ഓർഡർ, കാര്യങ്ങൾ എല്ലാം ഉണ്ടായിട്ടും എന്താ പറഞ്ഞു കഴിഞ്ഞാല് അതിങ്ങനെ തടസ്സപ്പെടുത്തുന്നത് ഇത് കണ്ടുപിടിക്കരുത് എന്നുള്ള ഒരു വാശി പോലെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു നീക്കുപോക്ക് കാണുന്നത്. അത് ഒഴിവാക്കിയിട്ട് ഇന്ന് ഈ രാവിലെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ തരത്തിലുള്ള ഒരു ഇടപെടലുകളോ ഒരു വിവാദങ്ങളോ ഇല്ലാതെ പോവുകയാണെങ്കിൽ സന്തോഷമായിരിക്കും. തീർച്ചയായും വിവാദങ്ങൾക്കുള്ള ഒരു സമയമല്ല എന്നറിയാം. നമുക്ക് അർജുനെയും ഉൾപ്പെടെ 2 കന്നഡികരെ അവരെ കൂടി കണ്ടെത്താനുണ്ട്. നമ്മൾ ആവശ്യം അത് തന്നെയാണ്. അതിൽ തന്നെയാണ് നമ്മളിപ്പോഴും. അതെ, അതും നിർബന്ധമുള്ള ഒരു വിഷയമാണ്. ഇതിപ്പോ ഇപ്പോഴുള്ള സാധനങ്ങൾ കിട്ടിയത് നമ്മളെ ലക്ഷ്മൺ നായക്കിന്റെ ചായക്കടന്റെ ഓൾമോസ്റ്റ് ബാക്ക് സൈഡ് ആയിട്ടാണ് ഇപ്പൊ ഇത് കിട്ടിയത്. ആ 2 കന്നഡക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരെ ആളുകള് ആ ഭാഗത്തുള്ള മണ്ണിലാണ്. ആ ഭാഗത്തെ മണ്ണ് തെരഞ്ഞിട്ടില്ല. അവർക്ക് ആ ഭാഗത്തുള്ള മണ്ണ് തെരയണം എന്നാണ് ആവശ്യം. അത് അധികൃതരോട് പറഞ്ഞ് അത് സാധിപ്പിക്കാൻ ആ പാവപ്പെട്ടവർക്ക് എത്രത്തോളം സാധിക്കുന്നു എനിക്ക് തോന്നുന്നില്ല അത് അംഗീകരിക്കും. ഇന്നലെ മനാഫ് ആ കുടുംബത്തോട് ഒപ്പം നിൽക്കുന്നതും അവരെ ചേർത്ത് പിടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. നമ്മളും അവരുടെ പ്രതികരണം എടുത്തതാണ്. അവർ വളരെ നിസ്സഹായാവസ്ഥയിൽ അവിടെ നിൽക്കുന്നു. അവരുടെ മകൾ 20 വർഷമായി ആ കടയിലെ ജോലിക്കാര്, ഒരുപക്ഷെ ഇന്നലെ ജിതിനും നിങ്ങളൊക്കെ അവരെ ചേർത്ത് പിടിക്കുന്നത് ഞാൻ കാണുന്ന സാഹചര്യമുണ്ട്. നമ്മളും അവരുടെ പ്രതികരണം എടുക്കുകയുണ്ടായി. നമ്മൾ ആവശ്യപ്പെടുന്നത് എത്രത്തോളം അർജുന് പ്രാധാന്യം കൊടുക്കുന്നോ അത് നമ്മൾ അവർക്കും കൂടെ കൊടുക്കണം എന്ന് തന്നെയല്ലേ? തീർച്ചയായിട്ടും. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട ആളുകൾക്കാണല്ലോ മറ്റ് നഷ്ടപ്പെട്ട ആളുകളുടെ വേദന കൂടുതൽ തിരിച്ചറിയാൻ കഴിയുക. ബാക്കിയുള്ള ആളുകൾക്കൊക്കെ വേറെ പല കമന്റ്സും പറയാനേ പറ്റുള്ളൂ. ജിതിനും ഓരോ ഫാമിലിക്കും ഇതിന്റെ വേദന ഇത്രയും ദിവസം അനുഭവിച്ചും കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അനുഭവിക്കുന്നതിന്റെ 100 ഇരട്ടി വേദന അനുഭവിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടികളുടെ വേദനയും, കാരണം 3 ചെറുപ്പക്കാരി കുട്ടികളാണ്, പിന്നെ ഓരോ അമ്മ, പിന്നെ ആ ഫാമിലിന്റെ മൊത്തം അത്താണിയാണ് ആ മണ്ണിന്റെ അടിയിലേക്ക് പോയത്. അയാളെ കണ്ടുപിടിക്കാൻ ആദ്യം ന്യൂസ് 18 ഇപ്പം ആ ഒരു അത്ര അവിടെ
അവിടെ നിൽക്കാന്നല്ലാതെ ഓരോരുത്തേക്ക് ആരും പോയി ഓരോ കാര്യങ്ങൾ അന്വേഷിക്കാനൊന്നുമില്ലേനും. പിന്നെ നിങ്ങൾ പോയത് മുതൽ ബാക്കി എല്ലാവരും എത്തി. അല്ല, ഓരെയും കൂടി നമുക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ചേർത്ത് പിടിക്കണം. അതാണല്ലോ മനുഷ്യന്മാർ. നമ്മളിപ്പം നമ്മളെ മാത്രം കാര്യം നോക്കി നമ്മളിപ്പോ കേസ് കൊടുത്തതും അങ്ങനെ തന്നെ ആണല്ലോ. ഒരു അർജുനെ മാത്രം തിരയണം എന്ന് പറഞ്ഞിട്ടല്ലല്ലോ ഹൈക്കോടതിയിൽ ഉള്ള കേസ്. മൊത്തം അവിടെ പോയ ആളുകളെ ഇനിയിപ്പോ ഇന്നലെ വൈകുന്നേരം അതിന്റെ ഒരു വിവാദം കാര്യങ്ങളും MLA-നെ തടയുന്നതും ഒക്കെ ഉണ്ടായി. അത് ഈ ആളുകൾക്ക് MLA ആ കാര്യത്തിൽ ലോകേഷ് ആയാലും ജഗന്നാഥ് ആയാലും അർജുനായാലും നമുക്ക് ഒരുപോലെയാണ്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിലാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അവര് പറഞ്ഞത് ഇവര് ഇങ്ങനെയുള്ള കുറച്ച് ആളുകൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 29 ദിവസം കഴിഞ്ഞിട്ട് പെട്ടെന്ന് വന്നിട്ട് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാക്കേണ്ട ആളുകൾക്കുള്ളിലുള്ള ഉദ്ദേശം വേറാണ്. അത്യാവശ്യം കന്നഡ അറിയുന്നതിനോണ്ട് നമ്മള് ഇടപെട്ടിട്ട് മറ്റുള്ള ജനങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിക്കണ്. ഈ സമയത്ത് ആകെ കൂടെ നിൽക്കുന്നത് ഒരു കർണാടക MLA ആണ്, കാരവാർ MLA ആണ്. പിന്നെ അത് ആ ടൈമിന് നമ്മളിങ്ങനെ ഒരു ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടാക്കരുത് എന്നുള്ളത് ആരൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് ഓരോ എന്താ പറയാ ഒന്ന് ഇതാക്കി വിട്ടതാണ്. ഏതായാലും ഇന്ന് അത്തരത്തിൽ തർക്കത്തിനോ വിവാദത്തിനോ ഒന്നുമുള്ള സമയമല്ല. പക്ഷെ നമ്മളെ അർജുന് അരികിലേക്ക് എത്തുന്നു എന്ന സൂചന ഇന്നലത്തെ തെരച്ചിലുണ്ടായി. എന്തായാലും നമ്മൾ ഇന്ന് അർജുന് അരികിലേക്ക് എത്തും എന്ന ഒരു പ്രതീക്ഷ. നമുക്ക് ലോറിയല്ല പ്രധാനം, അത് മനാഫൊക്കെ പറഞ്ഞിരുന്നു. ലോറിയല്ല പ്രധാനം, നമുക്ക് അർജുനെ കണ്ടെത്തുക, ഒപ്പം കന്നഡികരായ രണ്ടുപേരെ കണ്ടെത്തുക. ആ അവസാനമായ അവരുടെ എന്തെങ്കിലും ഒരു ഭാഗം അത് നമുക്ക് കുടുംബത്തിനെത്തിച്ച ഒരു ആശ്വാസം കണ്ടു. അത് തന്നെയല്ലേ മനാഫൊക്കെ നമുക്ക് ഇപ്പോഴും പറയാം. ലോറി ഡ്രൈവർ അർജുൻ സഞ്ചരിച്ച ലോറിയുടെ ഉടമ മനാഫാണ് തൊട്ടു മുമ്പ് പ്രതികരിച്ചത്. KV ബൈജുവിനോട് പ്രതീക്ഷയിലാണ് അദ്ദേഹവും ഒപ്പം തന്നെ അർജുന്റെ കുടുംബാംഗങ്ങളും. ഇടവേളയ്ക്ക് ശേഷം നമ്മൾ തിരികെ എത്തുമ്പോൾ KV ബൈജു ഷിരൂരിൽ നിന്നും ചേരും. ഒരു സാഹചര്യത്തിലേക്ക് തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നതും അങ്ങനെ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ മാസം ആദ്യമാണ് ഈ കേസ് പരിഗണിക്കുന്നത്. അതായത് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വിടുമെന്ന് ഹൈക്കോടതി അറിയിക്കുകയും അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ പുറത്തുവിടാനുള്ള വിവരാവകാശ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർ ഹൈക്കോടതിയെ സമീപിക്കുകയും ആ സമയത്താണ് സജിമോൻ പാറയിൽ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് ആ ദിവസം തുടക്കത്തിൽ സജിമോൻ പാറയിൽ ഇത് പുറത്തുവിടരുത്, ഇതിൽ വ്യക്തികളുടെ സ്വകാര്യതയെ ഹനിക്കുന്ന തരത്തിലുള്ള സൂചകങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ഹർജി നൽകുന്നത്. ആ ഹർജി പരിഗണിച്ച ശേഷം താൽക്കാലികമായി റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് ഹൈക്കോടതി സ്റ്റേ നൽകുകയെന്ന് താൽക്കാലിക സ്റ്റേ അനുവദിച്ചിരുന്നു. തുടർന്ന് ഈ കേസിൽ WCCയും അതുപോലെ തന്നെ വനിതാ കമ്മീഷനും ഇതിൽ കേസിൽ കക്ഷി ചേരുകയുണ്ടായി. കക്ഷി ചേർന്ന ശേഷം വനിതാ കമ്മീഷന്റെയും അതുപോലെ തന്നെ WCCയുടെയും ആശങ്കകൾ കോടതി ആരാഞ്ഞു. അവർക്ക് പറയാനുള്ള ഭാഗം കേട്ട ശേഷം വീണ്ടും ഒരു തവണ കൂടി ഈ കേസ് പരിഗണിക്കുന്നത് നീട്ടിവെക്കുകയാണ് ഉണ്ടായത്. എന്തായാലും 2019 മുതലുള്ള ഈ ഒരു ഉദ്യമം ഇപ്പോൾ പൂർത്തിയാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു നീക്കമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. സജിമോൻ പാറയിലിന്റെ ഹർജി നിരുപാധികം തള്ളിയിരിക്കുകയാണ് ഹൈക്കോടതി. മാത്രമല്ല സജിമോൻ പാറയിൽ ഈ ഹർജിയുമായി കോടതിയിലെത്തിയപ്പോൾ വിവരാവകാശ കമ്മീഷൻ തന്നെ ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു. ഒരു ഘട്ടത്തിലും സജിമോൻ പാറയിലിന്റെ മൊഴി വിവരാവകാശ കമ്മീഷൻ എടുത്തിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ റിപ്പോർട്ടിൽ ഇങ്ങനെ ഒരു സൂചകങ്ങൾ അല്ലെങ്കിൽ വ്യക്തികളുടെ അഭിമാനത്തെ ഹനിക്കുന്ന തരത്തിലുള്ള സൂചകങ്ങളുണ്ട്, അതല്ലെങ്കിൽ വ്യക്തികളെ തിരിച്ചറിയാവുന്ന സൂചകങ്ങളുണ്ട് എന്ന് സജിമോൻ പാറയിൽ ഹർജി കോടതിയിൽ നൽകുന്നതെന്ന് വിവരാവകാശ കമ്മീഷൻ കോടതിയിൽ തന്നെ അങ്ങനെ ഒരു ആശങ്ക ഉന്നയിച്ചിരുന്നു. അങ്ങനെ ഒരു വിവരാവകാശ കമ്മീഷൻ കോടതിയിൽ അങ്ങനെ ആരായുകയുണ്ടായി. അതിനുശേഷമാണ് ഈ വീണ്ടും അന്ന് തന്നെയാണ് ഹർജി താൽക്കാലികമായി സ്റ്റേ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കോടതി പോകുന്നത്. സജിമോൻ പാറയിൽ പൊതു താല്പര്യമല്ല, മറ്റാർക്കോ വേണ്ടിയാണ് സജിമോൻ പാറയിൽ സംസാരിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള സൂചകങ്ങൾ എന്നുള്ള തരത്തിലുള്ള വാദങ്ങളായിരുന്നു അന്ന് വിവരാവകാശ കമ്മീഷൻ കോടതിക്ക് മുൻപാകെ പ്രസന്റ് ചെയ്തിരുന്നത്. എന്തായാലും ഇപ്പോൾ
ഷിരൂരിൽ അർജുൻ ഉൾപ്പെടെ 3 പേർക്കായുള്ള തെരച്ചിൽ 8 മണിക്ക് ആരംഭിക്കും. ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിൽ 5 അംഗ മുങ്ങൽ വിദഗ്ധരാണ് ഇന്ന് ഗംഗാവലി പുഴയിൽ തെരച്ചിൽ നടത്തുക. നാവികസേനയും NDRFും പോലീസും തെരച്ചിലിന്റെ ഭാഗമാകുമെന്നുള്ളതാണ് നൽകിയിരിക്കുന്ന അറിയിപ്പ്. ഇന്നലെ നടത്തിയ പരിശോധനയിൽ അർജുന്റെ ലോറിയുടെ ജാക്കി ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ, വസ്തുക്കളൊക്കെ കണ്ടെത്തിയിരുന്നു. KV ബൈജു ഷിരൂരിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട് നമ്മോടൊപ്പം. ബൈജു, തെരച്ചിൽ ആരംഭിക്കാൻ പോവുകയാണോ? തെരച്ചിലുള്ള കാര്യങ്ങളൊക്കെ ആയോ? നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞോ? ബൈജു, കേൾക്കാമോ? അവിടെ തെരച്ചിൽ ആരംഭിക്കാൻ തുടങ്ങുകയാണോ? എൽദോ, തെരച്ചിൽ അല്പസമയത്തിനും ആരംഭിക്കുമെന്നാണ് ഈശ്വർ മൽപ്പെ വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹം നമ്മോടൊപ്പം കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ എത്തും. നമ്മളിപ്പോൾ ഗംഗാവലി പുഴയുടെ തെരച്ചിൽ നടക്കുന്ന പുഴയുടെ തീരത്തേക്ക് എത്തിയിട്ടുണ്ട്. അവർ അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തിച്ചേരും. എന്തായാലും കാർവാർ SP ഇത്തരത്തിൽ 10 മണിക്ക് തെരച്ചിൽ ആരംഭിക്കുമെന്നൊരു അറിയിപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷെ അത് ഏത് സാഹചര്യത്തിലാണ് അത്തരത്തിലൊരു അറിയിപ്പ് എന്നറിയില്ല എന്നാണ് മൽപ്പ പറഞ്ഞത്. മൽപ്പക്ക് അത്തരത്തിലുള്ള വിവരങ്ങളൊന്നുമില്ല. ഇത് ജില്ലാ ഭരണകൂടം നടത്തുന്ന തെരച്ചിലല്ല, അതാണ് ഏറ്റവും പ്രധാനം. ഈ കാർവാർ MLA സതീഷ് സെൻ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഈ തെരച്ചിലിന് ഈ നടപടികൾക്കുമൊക്കെ ഇന്നലെ മുൻകൈയെടുത്ത് മുന്നോട്ട് വന്നത്. ജില്ലാ ഭരണകൂടം ഇവിടെ തെരച്ചിൽ നടത്താൻ അനുമതി നൽകിയിട്ടില്ല എന്നതാണ് വാസ്തവം. ഏതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ പോലീസ് മേധാവി ഇത്തരത്തിൽ 10 മണിക്ക് തെരച്ചിൽ തുടങ്ങുമെന്ന് പറഞ്ഞതെന്ന് അവർക്ക് ഏതായാലും വിവരമില്ല. ഞാൻ മൽപ്പയുമായി സംസാരിച്ചിരുന്നു. മൽപ്പ എന്തായാലും 8-9 മണിയോടുകൂടി തെരച്ചിൽ ആരംഭിക്കാൻ തയ്യാറെടുപ്പിൽ തന്നെയാണ് വരുന്നത്. അദ്ദേഹത്തിന്റെ എല്ലാ സജ്ജീകരണങ്ങളോടുകൂടി അദ്ദേഹം എത്തിയിട്ടുണ്ട്. ദൃശ്യങ്ങളും വാക്കുകളും തന്നെയാണ് കഴിഞ്ഞ സമയങ്ങളിൽ നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ചത്. എന്തായാലും വലിയ പ്രതീക്ഷയാണ് ഈശ്വർ മൽപ്പ വെച്ചു പുലർത്തുന്നത്. ഇന്ന് അർജുനിലെ അരികിലേക്ക് എത്താൻ കഴിയും എന്ന വലിയ പ്രതീക്ഷ അദ്ദേഹം വ്യക്തമാക്കിയത്. ഉച്ചയോടുകൂടി വെയിൽ വരുന്ന സമയത്ത് കൃത്യമായി പുഴയുടെ അടിത്തട്ടിലേക്ക് കാണത്തക്ക രീതിയിലാണ് ഇപ്പോൾ ഈ എനിക്ക് പിറകിൽ കാണുന്ന ഗംഗാവലി പുഴയുള്ളത്. മാത്രമല്ല ഈ ഇവിടുത്തെ ഇപ്പോൾ ചെറിയ തോതിലുള്ള ഒരു മഴ ഇവിടെയുണ്ട്. പക്ഷെ അത് ഏതെങ്കിലും തരത്തിൽ രക്ഷാപ്രവർത്തനത്തിനെ ബാധിക്കുന്ന രീതിയിലുള്ള മഴയെന്ന് നമുക്കിപ്പോൾ പറയാനാകില്ല. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നല്ല കാലാവസ്ഥ തന്നെയായിരുന്നു ഈ ഷിരൂരിലും അതുപോലെ തന്നെ കൊങ്കൺ മേഖലകളിലുമൊക്കെ. അതുകൊണ്ടാണ് ഈ ഗംഗാവലി പുഴയിൽ ഇത്രത്തോളം വെള്ളം കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും നേരിയ മഴ അത് ഏതെങ്കിലും തരത്തിൽ തെരച്ചിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ നിലവിൽ ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും ഇന്നത്തെ തെരച്ചിലിനെ അത് ഏതെങ്കിലും തരത്തിൽ പ്രതികൂലമായി ബാധിക്കില്ല എന്ന് തന്നെയാണ് ഈശ്വർ മൽപ്പ വ്യക്തമാക്കിയത്. അദ്ദേഹത്തോടൊപ്പം 6 ഡൈവർമാർ കൂടി ഇന്ന് ഈ പുഴയിൽ ഇറങ്ങുന്നുണ്ട് രക്ഷാദൌത്യത്തിനായി. അത്രത്തോളം ഈ മേഖലകളിൽ നേരത്തെയൊക്കെ സേവനം ചെയ്ത ആളുകളാണ് അവർ എന്നാണ് മൽപ്പ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ പ്രതീക്ഷ അവർ വെച്ചു പുലർത്തുന്നത്. കുടുംബവും ആ രീതിയിൽ തന്നെയാണ് പ്രതീക്ഷ വെച്ചു പുലർത്തുന്നത്. ഏതായാലും ഇന്നലെ ഇവിടെ നടത്തിയ തെരച്ചിലാണ് ഈ ഉപകരണങ്ങൾ, ഈ വസ്തുക്കളൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ലോറി ആ സമീപ പ്രദേശത്ത് എനിക്ക് തൊട്ട് പിറകിൽ കാണുന്ന ഈ ഗംഗാവലി പുഴയിൽ ലോറി ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഈ രക്ഷാദൌത്യ സംഘം മേൽനോട്ടം വഹിക്കുന്ന ഈശ്വർ മൽപ്പയും ഒപ്പം കുടുംബവും ലോറി ഉടമ മനാഫും ഒക്കെ വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാലും ഇന്ന് അത്തരത്തിൽ വലിയ പ്രതീക്ഷയുണ്ട്. ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങൾക്ക് വിലക്കൊന്നും നിലവിലില്ല. പക്ഷേ ഈ ജില്ലാ ഭരണകൂടത്തിന്റെ മുൻകൈയെടുത്തല്ല തെരച്ചിൽ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി SDRFും NDRFും ഒക്കെ ഉണ്ടാകും എന്ന് ഇന്നലെ MLA വ്യക്തമാക്കിയിട്ടുണ്ട്. അവർ എത്ര മണിക്ക് എത്തും എന്ന് നമുക്ക് ഒരു വ്യക്തതയില്ല. ഏതായാലും 8:30 കൂടി തെരച്ചിൽ ആരംഭിക്കുമെന്നായിരുന്നു ഇന്നലെ വ്യക്തമാക്കിയിരുന്നത്. ആ രീതിയിൽ ക്രമീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈശ്വർ മൽപ്പ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തിച്ചേരും. ഇതിലേറ്റവും പ്രധാനം ഈ ലോറി കണ്ടെത്തുക എന്നതാണ്. ലോറിക്കകത്ത് അർജുൻ ഉണ്ടോ എന്ന് കണ്ടെത്തണം. അതാണ് ഈ രക്ഷാദൌത്യ സംഘത്തിന്റെ മുന്നിലുള്ള ആദ്യത്തെ കടമ്പ. ആ വെല്ലുവിളിയാണ് ഇവർ ഇന്ന് ഏറ്റെടുത്ത് അത്തരത്തിൽ മുന്നോട്ട് പോകുന്നത്. ചളിയിൽ പൂണ്ട നിലയിലാണ് ലോറി ഉള്ളതെന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു ആ റഡാർ പരിശോധനയിലൊക്കെ. വളരെ അരികിൽ, എനിക്ക് തൊട്ടുപിറകിലായി വളരെ അരികിൽ തന്നെ ഈ രക്ഷാദൌത്യ സംഘം എത്തി എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഇന്നലെ നമ്മൾ ഇവിടെ നിന്നും 1/2 മണിക്കൂർ മാത്രം നടത്തിയ തെരച്ചിലിൽ നമുക്ക് കണ്ടെത്താൻ സാധിച്ചതും. ഇന്ന് മുഴുനീളെ ഒരു തെരച്ചിൽ, അത് വലിയ സന്നാഹത്തോടുകൂടി 6 മുങ്ങൽ വിദഗ്ധർ, മത്സ്യത്തൊഴിലാളികളായ, നമുക്കറിയാം ഇത്തരം സന്ദർഭങ്ങളിൽ മത്സ്യത്തൊഴിലാളികളുടെ ഇടപെടലൊക്കെ നമുക്കറിയാം. അത് തന്നെയാണ് ഇന്ന് ഷിരൂരിലും കാണാൻ പോകുന്നത്. ഏതെങ്കിലും സർക്കാർ സംവിധാനങ്ങളല്ല, അത് മത്സ്യത്തൊഴിലാളികൾ. നേരത്തെ ഒരുപാട് രക്ഷാപ്രവർത്തനവും ഈ മേഖലകളിൽ ഇത്തരത്തിൽ നിരവധി ഇടങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകളാണ് ഇന്ന് ഈ ഷിരൂർ ഗംഗാവലി പുഴയിൽ ഇറങ്ങുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനം.
അവരാണ് അർജുൻ അരികിലേക്ക് ഇന്ന് ഈ ദൌത്യമായി പോകുന്നത്. ഒപ്പം കന്നഡികരായ 2 പേരെ കൂടി കണ്ടെത്താനുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ എന്തായാലും ഇന്ന് ആ രീതിയിലുള്ള തെരച്ചിലാണ് ഇന്ന് നടത്തുന്നത്. എന്തായാലും ഇന്ന് വലിയ പ്രതീക്ഷയുണ്ട്. ഇന്ന് അർജുനെ കണ്ടെത്താനാകുമോ? ആ ചോദ്യത്തിന് ഇന്ന് വിരാമമാകുമോ? 29 ദിവസമായിരിക്കുന്നു. കഴിഞ്ഞ മാസം 16-ാം തീയതിയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഇവിടെ അർജുന്റെ ലോറിയും അപകടത്തിൽപ്പെടുന്ന സാഹചര്യമുണ്ടായത്. 11 പേരാണ് ഈ അപകടത്തിൽപ്പെട്ടത്. അതിൽ 8 പേർ മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. 5 പേർ ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ലക്ഷ്മണൻ എന്ന് പറയുന്ന ചായക്കട നടത്തുന്ന അദ്ദേഹത്തിന്റെ കുടുംബം ഉൾപ്പെട്ട 5 പേരാണ്. അതിൽ അവിടെ ജീവനക്കാരായ ജഗനെയാണ് ഒരാളെ കണ്ടെത്താനുള്ളത്. എന്തായാലും ഇവർക്കായുള്ള ഈ ജഗനും ലോകേഷും അതുപോലെ തന്നെ അർജുനുമായുള്ള തെരച്ചിൽ തന്നെയാണ് ഇന്ന് ഇവിടെ ആരംഭിക്കുന്നത്. എന്തായാലും തത്സമയ ദൃശ്യങ്ങളുമായി ന്യൂസ് 18നും ഈ സംഘത്തോടൊപ്പം ഉണ്ട്. നമുക്ക് ഏതെങ്കിലും തരത്തിൽ വിലക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ദൃശ്യങ്ങൾ അതെല്ലാം കാണിക്കാൻ പറ്റും. എന്തായാലും വാഹനങ്ങൾ വരുന്നുണ്ട്. അത്തരത്തിൽ NDRFന്റെ സംഘമാണെന്ന് തോന്നുന്നു. എന്തായാലും ഇന്ന് എല്ലാവിധ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയുള്ള തെരച്ചിൽ എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഇവിടെ എത്തുന്നുണ്ട്. എന്തായാലും ആ രീതിയിൽ ഒരു തെരച്ചിൽ തന്നെയാണ് നടക്കുന്നത്. നമുക്ക് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിനുള്ള സംഘം അവരുടെ ഒരു ഇപ്പോൾ ഇത് ടെലിഫോണുമായി ബന്ധപ്പെട്ട ഒരു സംഘമാണ് എത്തിയിരിക്കുന്നത്. ഏതായാലും കൂടുതൽ സംഘങ്ങൾ അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തും. ഈശ്വർ മൽപെ നമ്മോട് വ്യക്തമാക്കിയത് 8:30 തെരച്ചിൽ ആരംഭിക്കുമെന്നാണ്. ഏതായാലും ജില്ലാ ഭരണകൂടം ഏതെങ്കിലും തരത്തിൽ ഇന്നത്തെ തെരച്ചിലിൽ ഉൾപ്പെട്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഇത് കാർവാർ MLA മുൻകൈയെടുത്താണ്. ഇന്നലെ അതിന്റെ ഒരു തുടക്കം എന്ന നിലയിലാണ് ഇന്നലെ അരമണിക്കൂർ തെരച്ചിൽ നടത്തിയത്. ആ അരമണിക്കൂറിനകം കൊണ്ട് തന്നെ ഈ ലോറിയുടെ ചില ഭാഗങ്ങൾ, ചില വസ്തുക്കൾ ലഭിക്കുന്ന സാഹചര്യം, അത് വലിയ പ്രതീക്ഷ ഇന്ന് ലോറിയിലേക്ക് എത്താൻ കഴിയുമെന്ന് തന്നെയാണ്. അത് തന്നെയാണ് കുടുംബവും വ്യക്തമാക്കിയിരുന്നത്. കുടുംബം വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. ജിതിനും അതുപോലെ തന്നെ മനാഫും ഉൾപ്പെടെയുള്ളവരും അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തിച്ചേരും. എന്തായാലും നമ്മളിപ്പോൾ ഉള്ളത് ഗംഗാവലി പുഴയിലാണ്. ഇവിടെ തെരച്ചിൽ അല്പസമയത്തിന് ആരംഭിക്കും. ആ ദൃശ്യങ്ങളും തത്സമയം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. എൽദോ റൈറ്റ്. ബൈജു, എനിക്ക് തോന്നുന്നു ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാമെന്ന് തോന്നുന്നു. സുമേഷിനോട് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പാൻ ചെയ്യാൻ ആവശ്യപ്പെടുക. ഒപ്പം തന്നെ ഈ ഗംഗാവലി പുഴയിൽ ഇന്നലെ ഈശ്വർ മൽപെ ഇറങ്ങി ലോറിയുടെ ലോറിയുടെ ചില ഭാഗങ്ങളൊക്കെ കണ്ടെടുത്തിരുന്നു. ആ ദൗത്യത്തിന് ശേഷം തിരികെ എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്, ഈ ആളുകളിൽ ലോറി ചെളിയിൽ പൂണ്ട് കിടക്കുകയാണെങ്കിൽ അതൊരു ലോറിയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അതിന് ഈ യന്ത്ര സാമഗ്രികളുടെ സഹായം ഇല്ലാതെ തന്നെ എത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? പിന്നെ ഒപ്പം തന്നെ വിസിബിലിറ്റിയുടെ കാര്യത്തിലൊക്കെ അദ്ദേഹം എന്താണ് ഇന്നലെ അറിയിച്ചത്? ബൈജു, എൽദോ, അതിനു മുമ്പ് ഇപ്പോൾ ജിതിനും മനാഫും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. വലിയ പ്രതീക്ഷയോടെയാണ് അവർ ഇവിടെ എത്തിയിട്ടുള്ളത്. എന്തായാലും ഏതെങ്കിലും തരത്തിൽ ഈ തെരച്ചിൽ നേരത്തെ ഉണ്ടായ രീതിയിലുള്ള അത്ര ദുഷ്കരം ഒന്നുമല്ല എന്ന് തന്നെയാണ് മൽപെ വ്യക്തമാക്കിയത്. കാരണം അടിയൊഴുക്ക് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അടിയൊഴുക്ക് അത്രത്തോളം കുറഞ്ഞു നിൽക്കുന്ന അവസ്ഥ. മാത്രമല്ല 6ഓളം വലിയ മൺകൂനകൾ നമുക്ക് ഈ ഗംഗാവലി പുഴയിൽ കാണാം. ഇതൊക്കെ നേരത്തെ കാണുന്ന ഒരു സാഹചര്യമല്ല ഉണ്ടായിരുന്നത്. വലിയ തോതിൽ വെള്ളം, നമുക്ക് ഇവിടെ നിൽക്കാൻ പോലും കഴിയാത്ത ഒരു രീതിയിലുള്ള വെള്ളം കയറിയ ഒരു പുഴയാണ് ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നത്. അതിൽ 6 മൺകൂനകൾ ഇപ്പോൾ നമുക്ക് ഇത്തരത്തിൽ കാണാം. ആ മൺകൂനയ്ക്ക് തൊട്ട് അടുത്തായി നീലമാർക്ക് കാണുന്ന സ്ഥലത്ത് അവിടെയാണ് ഈ അർജുന്റെ ലോറി ഉണ്ട് എന്ന് ഇന്ദ്രപാൽ ഉൾപ്പെടെയുള്ള വിദഗ്ധർ, നേരത്തെ റിട്ടയർഡ് മേജർ ഇന്ദ്രപാൽ അദ്ദേഹം ഉൾപ്പെടെ കണ്ടെത്തിയ റഡാർ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതിന് സമീപത്ത് നിന്നാണ് കൃത്യമായും ഈ വസ്തുക്കൾ കിട്ടിയതെന്നതും വളരെ പ്രധാനമാണ്. എന്തായാലും ആ പരിശോധനയൊക്കെ വളരെ കൃത്യമായി നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ആ വാക്കുകൾ കൃത്യമാണെന്നാണ് ഇന്നലെ ആ വസ്തുക്കൾ കിട്ടിയതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും ചെളിയിലാണ് ഈ ലോറി ഉള്ളത് എന്ന ഒരു പ്രാഥമിക വിലയിരുത്തൽ. അത് ഏതായാലും ഒരു വരുന്ന മണിക്കൂറിൽ തന്നെ നമുക്ക് അതിലൊരു സ്ഥിരീകരണം ലഭിക്കാനാവും. ഏതെങ്കിലും തരത്തിൽ ലോറി കണ്ടെത്താൻ കഴിയുമോ എന്നതാണ് ഈശ്വർ മൽപെ ഇന്ന് പ്രധാനമായും ഇന്നത്തെ തെരച്ചിൽ നോക്കുന്നത്. ആ ലോറി ഇതിന്റെ ഏതെങ്കിലും ഭാഗം ഇവിടെ കണ്ടെത്താൻ കഴിയും. പിന്നീട് ആ ലോറി എങ്ങനെയാണ് പുറത്തേക്ക് എടുക്കുക ഇത് സംബന്ധിച്ചുള്ള ആലോചനകൾ ഉണ്ടാവും എന്നാണ് MLA വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും വലിയ സംവിധാനങ്ങളൊക്കെ ഇന്ന് ഇവിടെ എത്തുന്നുണ്ട്. ബന്ധുക്കളും ജിതിനും ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഈ സംഭവ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. എന്തായാലും നമ്മൾ ഇന്ന് വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് നമ്മളും കാത്തിരിക്കുന്നത്. ആ ദൃശ്യം, ലോറി കണ്ടെത്തുന്ന ആ ലോറി പുറത്തേക്ക് എടുക്കുന്ന ദൃശ്യമൊക്കെ നമുക്ക് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട്. എത്രത്തോളം ചെളി നിറഞ്ഞ ഒരു അവസ്ഥയൊന്നുമല്ല ഇപ്പോൾ ഈ പുഴയിലുള്ളത്. വെള്ളം അത്രത്തോളം കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് കാണാം, ഒഴുക്കൊന്നുമില്ലാതെ
രീതിയിലുള്ളതാണ് കാലാവസ്ഥ. വലിയ തോതിൽ ഇന്നലത്തെ അത്ര അനുകൂലമല്ല കാലാവസ്ഥ. ഒരു പക്ഷേ വരും ദിവസങ്ങളിലും കാലാവസ്ഥ ഏതെങ്കിലും തരത്തിൽ പ്രതികൂലമായാൽ അത് തിരച്ചിലിനെ പൂർണ്ണമായും അവസാനിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് പോകും എന്നൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് ഈ തെരച്ചിൽ നടത്തണമെന്ന് ബന്ധുക്കളൊക്കെ ആവശ്യപ്പെട്ടിരുന്നത്. ഏതായാലും അത് സാധിച്ചിരിക്കുന്നു. ഇന്നലെ രാവിലെ 9 മണിക്ക് തെരച്ചിൽ നടത്തുമെന്ന് നേവി പറഞ്ഞിരുന്നെങ്കിലും ഇന്നലെ നേവി സംഘം വന്ന് മടങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തതാണ്. ഏതായാലും വിവാദങ്ങൾക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾക്കോ ഉള്ള സമയമല്ല ഇത് 3 പേരെ ഈ മണ്ണിനടിയിലോ പൊടിയിലോ ആയി കാണാതായിട്ടുണ്ട്. അവരെ കണ്ടെത്തേണ്ട ദൌത്യമാണ്. ആ വലിയ ദൌത്യം ഈശ്വർ മൽപയെ പോലുള്ള ഒരു മനുഷ്യസ്നേഹി അദ്ദേഹം ഏറ്റെടുത്തു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇവിടെ പോലീസ് സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും നിലവിൽ മാധ്യമങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിലക്കോ ഒന്നും ഏർപ്പെടുത്തിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. ആ മണിക്കൂറുകളിലെ ദൃശ്യങ്ങളും പ്രേക്ഷകരിൽ നമുക്ക് എത്തിക്കാൻ സാധിക്കും. ഇന്ന് 29ാം ദിവസം നമ്മൾ കാത്തിരിക്കുമ്പോൾ ആ ലോറി നമ്മൾക്ക് കണ്ടെത്തി അതിൽ അകത്ത് അർജുൻ ഉണ്ടോ ഇല്ലയോ എന്നൊരു സ്ഥിരീകരണം അതിലേക്ക് ഇന്ന് എത്താൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിലുള്ള ഒരു അവസ്ഥയാണ് ഈ ഗംഗാവലി പുഴയിൽ കാണാനും സാധിക്കുന്നത്. മൺകൂനകൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. ഇതൊക്കെ നമുക്ക് നേരത്തെ കാണാൻ സാധിക്കാത്തിരുന്ന ഒരിടങ്ങളാണ്. അവിടെയൊക്കെ ആ മൺകൂനകൾ കണ്ട് വെള്ളം എത്രത്തോളം കുറഞ്ഞിരിക്കുന്നു. വലിയ ഒരു ആൽമരം, ഈ മൺകൂന നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ആ മൺകൂനയ്ക്ക് താഴെയായി വലിയൊരു ആൽമരമുണ്ട്. അതുകൂടാതെ ഈ ഒരു ടവർ അവിടെ തകർന്നു വീണ ടവറിന്റെ അവശിഷ്ടങ്ങളുണ്ട്. ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലക്ഷ്മണൻ അദ്ദേഹം ഈ അപകടത്തിൽ മരണപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ കടയുടെ അവശിഷ്ടങ്ങളും ഈ പ്രദേശത്ത് ഇരുമ്പ് ഷീറ്റൊക്കെ ഉണ്ടെന്നാണ് ഈശ്വർ മൽപെ പറഞ്ഞത്. എന്നാലും ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ തൊട്ട് സമീപത്തായാണ് ഈ കടയുണ്ടായിരുന്നത്. ഈ കടയുടെ ഒരു ഭാഗമോ അദ്ദേഹം താമസിച്ചിരുന്ന വീടിന്റെ ഏതെങ്കിലും ഒരു ഭാഗമോ ഒന്നും തന്നെ ഇവിടെ കാണാൻ സാധിച്ചിട്ടില്ല. അതിന്റെ അവശിഷ്ടങ്ങളും ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരു പക്ഷേ ഈ തിരച്ചിലിൽ അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ കാണാൻ സാധിക്കുമായിരിക്കും. നമുക്ക് ഏറ്റവും പ്രധാനം കാണാതായ 3 പേരെ കുറിച്ചുള്ള ഒരു തിരച്ചിൽ തന്നെയാണ്. ആ 3 പേരെ കണ്ടെത്താനുള്ള അനുകൂലമായ സാഹചര്യം ഇന്നുണ്ട്. അതിന് രീതിയിലുള്ള വിദഗ്ധരായ മുങ്ങൽ വിദഗ്ധന്മാരുണ്ട്. ആ മത്സ്യത്തൊഴിലാളികൾ അവർ മാൽപ്പയിൽ നിന്നുള്ള സംഘമാണ്. ആ മത്സ്യത്തൊഴിലാളികൾ ഇന്ന് 6ഓളം പേർ, ഇന്ന് നേരത്തെ ഒരാളാണെങ്കിൽ ഇത്തരത്തിൽ മുങ്ങൽ വിദഗ്ധരായി മാൽപ്പ മാത്രമാണ് ഇറങ്ങിയതെങ്കിൽ ഇന്ന് 6ഓളം പേർ, ആ ഒരു വലിയ സംഘം തന്നെ അർജുന്റെ അരികിലേക്ക് നമുക്ക് ഇന്ന് അർജുനെ തേടി ഇന്ന് പോകുന്നുണ്ടെന്ന് വേണം പറയാൻ. ഏതായാലും ഇപ്പോഴും കാണാമറിയത്താണ് അർജുനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു വിവരം നമുക്ക് ഇന്ന് ലഭിക്കുമോ എന്നതാണ് ഏറ്റവും കാത്തിരിക്കുന്നത്. ഒരു പക്ഷേ കഴിഞ്ഞ സമയങ്ങളിലെല്ലാം വലിയ പ്രാർത്ഥനയോടെയായിരുന്നു കേരളവും കാത്തിരുന്നത് ഈ വാർത്ത ഇതറിയാൻ. അതിനിടയിലാണ് വയനാട് നമുക്ക് എല്ലാം ഒരു വലിയ തോതിലുള്ള ഒരു മനുഷ്യന് മനസാക്ഷി തന്നെ ഞെട്ടിച്ച രീതിയിലുള്ള ഒരു ഉരുൾപൊട്ടലുണ്ടായത്. ഇതിന് തൊട്ടു പിന്നാലെ ആ ദുരന്തങ്ങളിലെല്ലാം വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു ജനത, കേരളത്തിലെ ജനത, അതിൽ ഒരു ആശ്വാസമെങ്കിലും ആവും അവസാനമായി അർജുനെ കണ്ടെത്താൻ സാധിച്ചാൽ ആ കുടുംബം കാത്തിരിക്കുന്നു. ഏതായാലും ജീവനോട് ലഭിക്കുമെന്നായിരുന്നു തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹമെങ്കിൽ, പ്രതീക്ഷയെങ്കിൽ ഇപ്പോൾ അതെല്ലാം മാറി അവസാനമായി അദ്ദേഹത്തിന്റെ ചടങ്ങുകളും മറ്റും നടത്താൻ അവസാനമായി അദ്ദേഹത്തിന് ഒന്ന് കിട്ടുമോ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ കുടുംബമൊക്കെ ഉള്ളത്. അതിന് ഇന്ന് ഉത്തരമുണ്ടാകുമോ? അർജുന്റെ ലോറി അത് എവിടെ എന്ന ചോദ്യമാണ്. നമുക്ക് ഇതുവരെ ലോറി ഉള്ള സ്ഥലം, ലോറി ഇതിനകത്തുണ്ട് എന്ന് നമുക്ക് നേരത്തെ സ്ഥിരീകരണം ഉണ്ടായിരുന്നെങ്കിലും ലോറി പുറത്തേക്ക് എടുക്കാനോ ലോറി കണ്ടെത്താനുള്ള മറ്റ് നടപടികളിലേക്ക് കടക്കാൻ ഇതുവരെ 29 ദിവസമായിട്ടും നമ്മുടെ സംവിധാനങ്ങൾക്ക് സാധിച്ചിരുന്നില്ല. അതിൽ പുഴയുടെ അടിയൊഴുക്ക് തടസ്സമാകുന്നു എന്നായിരുന്നു നേവി വ്യക്തമാക്കിയത്. എന്തായാലും സതീഷ് MLA അദ്ദേഹം നേവിയെയും വലിയ തോതിൽ ഇന്നലെ വിമർശിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ഇത്രയും വൈകിയ ഒരു അവസ്ഥ ഉണ്ടായിരിക്കാം ആ നേവിയെ അദ്ദേഹം ആ രീതിയിൽ. ഏതായാലും ഇന്ന് നേവിയുടെ സംഘം ഈ തെരച്ചിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം തന്നെയാണ് തെരച്ചിൽ നടത്തുന്നത്. അതിൽ ഒരുപക്ഷെ സഹായിക്കാനായി നേവി സംഘം ഇന്ന് എത്തിയേക്കാം എന്നൊരു വിവരവും AK അഷ്റഫ് ഇന്നലെ പങ്കുവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. NDRFും SDRFും ഉൾപ്പെടെയുള്ള തുടക്കത്തിൽ എങ്ങനെയായിരുന്നു അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ, അതേ രീതിയിലുള്ള തെരച്ചിൽ ഇന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് MLA വ്യക്തമാക്കിയിരുന്നത്. ഏതായാലും MLAയുടെ താല്പര്യം പ്രകാരമാണ് ഇന്ന് തെരച്ചിൽ നടക്കുന്നതാണ് ഏറ്റവും പ്രധാനം. ജില്ലാ ഭരണകൂടം ഏതെങ്കിലും സംവിധാനം ഒരുക്കിയുള്ള തെരച്ചിലല്ല. അങ്ങനെ തന്നെയാണ് അദ്ദേഹം MLAയും പറഞ്ഞത്. ജില്ലാ ഭരണകൂടം ഈ പുഴയിലേക്ക് ഇറങ്ങരുത്, പുഴയിലേക്ക് ഇറങ്ങിയാൽ കേസെടുക്കുമെന്നാണ് ഈശ്വർ മൽപ്പയ്ക്ക് നൽകിയ മുന്നറിയിപ്പ്. അതുകൊണ്ടാണ് ഇത് ഇത്രത്തോളം താമസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്.
ഇന്നലെ അതൊക്കെ മാറി MLA-യുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം തെരച്ചിൽ നടത്തി. ആ അരമണിക്കൂർ തെരച്ചിൽ കൊണ്ട് മാത്രം ഈ ലോറിയുടെ ഇത്രയും ഭാഗങ്ങൾ കണ്ടെത്താൻ സാധിച്ചാൽ ഇന്ന് 5 or 6 മുങ്ങൽ വിദഗ്ധന്മാർ അവർ ഇന്നലെ ഈ പുഴയിലേക്ക് ഇറങ്ങിയാൽ ഒരു പക്ഷേ ആ വാർത്ത, നല്ല വാർത്ത നമുക്ക് ഏറ്റവും അവസാന പ്രതീക്ഷയാണ്. ഇനി ദിവസം വൈകുന്തോറും ഏതവസ്ഥയിലായിരിക്കും ഈ അർജുനൊക്കെ ഇനി കണ്ടെത്താൻ പോലും പറ്റുമോ എന്ന ഒരു ആശങ്കയൊക്കെ നിലനിൽക്കുന്ന സാഹചര്യമാണ്. ഏറ്റവും അവസാനത്തെ പ്രതീക്ഷ എന്ന് വേണം എൽദോ നമുക്ക് പറയാൻ. ആ ഒരു ദിവസത്തിനാണ്, ആ മണിക്കൂറിനാണ് നമ്മളും കാത്തിരിക്കുന്നത്, കേരളവും കാത്തിരിക്കുന്നത്. എന്തായാലും ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസം ഈശ്വർ മാൽപ്പെ പ്രകടിപ്പിക്കുന്നുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. നമുക്ക് ഏതായാലും വരുന്ന മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. കാലാവസ്ഥ ഇന്നലത്തെ അത്ര അനുകൂലമല്ല എന്ന് പറയേണ്ടി വരും. ഏതായാലും മഴ ഇപ്പോൾ പെയ്യുന്നില്ലെങ്കിലും കാലാവസ്ഥ ഇന്നലത്തെ അത്ര അനുകൂലമായി നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ തെരച്ചിലിന് തടസ്സമാകില്ല എന്നാണ് ഈശ്വർ മാൽപ്പെ അല്പസമയം മുമ്പ് നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം കടലിനോടും പൊടിയോടും മഴയോടും ഒക്കെ മല്ലിടിച്ച് ജീവിക്കുന്ന അവരെ, അല്ലെങ്കിൽ നമുക്ക് പറയാം, നമുക്ക് കേരളത്തിന്റെ സൈന്യമെന്നൊക്കെ നമ്മൾ വിശേഷിപ്പിച്ച ഒരുപക്ഷെ പ്രളയകാലത്തൊക്കെ നമ്മളെ കൈപിടിച്ചുയർത്താൻ, നമ്മളെ സഹായിക്കാൻ അത്രത്തോളം അവർ ജീവൻ പോലും പണയം വെച്ച് രംഗത്തിറങ്ങിയ മത്സ്യത്തൊഴിലാളികളാണ്. അവരാണ് ഇന്ന് ഈ പുഴയിലിറങ്ങുന്നതും അർജുനെ തേടിയുള്ള ആ ദൌത്യത്തിന് മുന്നിട്ടിറങ്ങുന്നതും എന്നതാണ് ഏറ്റവും പ്രത്യേകത. എന്തായാലും ഇന്ന് ആ പ്രതീക്ഷ, അവരുടെ പ്രതീക്ഷയ്ക്കൊപ്പം തന്നെ ഓരോ മലയാളിയും കാത്തിരിക്കുന്ന ഒരു ദിവസമായി ഇന്ന് മാറും എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടതും. നമ്മളും അത് തന്നെയാണ് കരുതുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം ആ പുഴയുടെ അവസ്ഥ. അതിന് തൊട്ടപ്പുറത്ത് വലിയ തോതിൽ മണ്ണുകളൊക്കെ നീങ്ങിപ്പോയത് കാണാം. ഈ പുഴയുടെ ജലനിരപ്പ് അത്രത്തോളം ഉയർന്ന് ഉണ്ടായ ഒരു സാഹചര്യത്തിലാണ് അവിടെ ആ രീതിയിലൊക്കെ സംഭവിച്ചത്. ഈ മണ്ണിടിച്ചിലിന്റെ ആഘാതം അപ്പുറത്ത് നിൽക്കുന്ന മലയിലേക്ക് വരെ അത് ബാധിച്ച് ആ മല കടന്ന് അതിന് മുകളിൽ താമസിക്കുന്നവരെ വീടുകൾ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് ഉണ്ടായ ഒക്കെ നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. ദൃശ്യവും റിപ്പോർട്ട് ചെയ്തതാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അതിന്റെ എത്രത്തോളം അതിന്റെ ആ ഒരു ഇപ്പോൾ നമ്മൾ കാണുന്ന ആ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗമാണ് ആ ചായക്കട ഉണ്ടായിരുന്നത്. ചായക്കട ഉണ്ടായിരുന്ന ആ ലക്ഷ്മണൻ ഉൾപ്പെടെ ഈ ലോറിക്കാരുടെ ഒക്കെ പ്രിയപ്പെട്ട ലക്ഷ്മണൻ ഇവിടെ ചായ കുടിക്കാനും മറ്റ് പ്രാഥമിക സൗകര്യങ്ങൾക്കുമായി എത്തുന്ന നിരവധി ലോറിക്കാരുണ്ട്. അവർക്ക് ലക്ഷ്മണൻ ഇതുവഴി പോകുന്ന ലോറിക്കാർക്ക് ലക്ഷ്മണൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രിയപ്പെട്ട ഒരു ആളായിരുന്നു. അദ്ദേഹത്തിന്റെ കൊച്ചുമക്കളടക്കം കുഞ്ഞുങ്ങളടക്കമുള്ള ഒരു കുടുംബം, ആ കുടുംബം ഈ മണ്ണിടിച്ചിൽ പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. അവരുടെ വീടുകൾ ഇല്ലാതായിരിക്കുന്നു, അവരുടെ കടകൾ ഇല്ലാതായിരിക്കുന്നു. ആ ഓർമ്മകൾ പോലും ബാക്കി വെക്കാതെയുള്ള ഒരു മണ്ണിടിച്ചിലുണ്ടായ ഒരു പ്രദേശം, ആ ദുരന്ത ഭൂമിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടെയാണ് നമ്മുടെ അർജുൻ കാണാമറത്ത് ഈ മൺകൂനയിലോ ഈ പുഴയിലോ ആയി ഉണ്ട് എന്ന് നമ്മൾ ആവർത്തിച്ച് ഈ രക്ഷാദൌത്യ സംഘങ്ങളും ഒക്കെ പറയുന്നത്, അവരുടെ കുടുംബമൊക്കെ പറയുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ 29ാം ദിവസം സാധിക്കുമോ എന്നതാണ് ഏറ്റവും വലിയ പ്രധാനമായ ചോദ്യം. ഇനി വരുന്ന മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. കഴിഞ്ഞ സമയങ്ങളിലൊക്കെ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു അർജുൻ ജീവനോടെ അർജുനെ തിരിച്ചു കിട്ടുമെന്ന്. പിന്നീട് 2 or 3 ദിവസം കഴിയുമ്പോൾ അതൊക്കെ അസ്തമിക്കുന്ന സാഹചര്യം, പ്രതികൂലമായ കാലാവസ്ഥ, അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ പുഴയുടെ നീരൊഴുക്ക് 2 knots ആണ്. പുഴയുടെ നീരൊഴുക്ക് നേരത്തെ 7 knots ആയിരുന്നു. അത് ഏതെങ്കിലും തരത്തിൽ മനുഷ്യസാധ്യമായിരുന്നില്ല ആ തെരച്ചിൽ. അത്രത്തോളം 7 knots വേഗതയിൽ ഉണ്ടായിരുന്ന ഒരു അടിയൊഴുക്കാണ് ഇപ്പോൾ 2 knots എന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നത്. ആ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം എത്രത്തോളം പുഴയുടെ തെളിഞ്ഞ നിൽക്കുന്ന പുഴയാണ്. ഇപ്പോൾ ശാന്തമായി ഒഴുകുന്ന ഒരു പുഴയാണ്. ഒരുപക്ഷെ കഴിഞ്ഞ സമയങ്ങളിലെല്ലാം രൗദ്രഭാവത്തോടുകൂടി വലിയ തോതിൽ ഒഴുകിയ ഒരു ഗംഗാബലി പുഴയാണ് നമ്മളിപ്പോൾ വളരെ ശാന്തതയോടുകൂടി ഇങ്ങനെ ഒഴുകി കാണുന്നത്. ഏതെങ്കിലും തരത്തിൽ ഒഴുക്കോ ഒന്നും തന്നെ ഇല്ല. അടിയൊഴുക്ക് 2 knots ഇന്നലെ നേവി നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ സാഹചര്യം കൂടി എന്തായാലും ഉണ്ട്. എന്നാലും അത് ഇന്നത്തെ ഈ കാലാവസ്ഥ പരമാവധി ഉപയോഗിച്ച് പ്രയോജനപ്പെടുത്തി ഈ തിരച്ചിൽ വേഗത്തിലാക്കി അർജുനെ കണ്ടെത്താൻ, അല്ലെങ്കിൽ അർജുൻ ലോറിയെങ്കിലും കണ്ടെത്താൻ. യഥാർത്ഥത്തിൽ കുടുംബം ഇപ്പോഴും പറയുന്നത് അർജുൻ എന്ത് സംഭവിച്ചു എന്ന ഒരു ചോദ്യം പോലും ചിലപ്പോൾ പലപ്പോഴും അവർക്ക് ചോദിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കാരണം അത്രത്തോളം ഇതിന്റെ അവശിഷ്ടങ്ങൾ ഒന്നും ലഭിക്കാത്ത സാഹചര്യമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. ഏതായാലും ഈ ജാക്കിയും ഉൾപ്പെടെയുള്ള ഈ ലോറിയുടെ വസ്തുക്കൾ കിട്ടിയതോടുകൂടി തന്നെ ലോറി ഇവിടെ ഉണ്ട് എന്ന ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നു. വലിയ തോതിൽ മരങ്ങളൊക്കെ ഉണ്ടായിരുന്ന ലോറിയാണ്. ആ മരത്തടിയൊക്കെ ഒന്നും കാണാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഈ പരിസരത്ത് നിന്നും 6 കിലോമീറ്റർ മാറി 6 or 7 തടിക്കഷ്ണം മാത്രം കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റ് ലോറിയുടെ ഒരു വസ്തുക്കൾ പോലും ഈ 28 ദിവസമായും കിട്ടിയിരുന്നില്ല. 28 ദിവസമായി ഏറ്റവും അവസാനം ഇന്നലെ വൈകുന്നേരം നടത്തിയ തെരച്ചിലാണ് മാൽപ്പയ്ക്ക് ഇത്തരത്തിൽ ഇത് 3 വസ്തുക്കൾ കണ്ടെത്താനായത്. അത് അദ്ദേഹം തനിച്ച് നടത്തിയ വളരെ വൈകുന്നേരമാകുമ്പോഴേക്കും നടത്തിയ ഒരു തെരച്ചിലാണ് കണ്ടെത്തിയത്. അങ്ങനെയാണെങ്കിൽ പൂർണ്ണ സജ്ജമായി നടത്തുന്ന ഈ തെരച്ചിലിൽ അർജുൻ അരികിലേക്ക് എത്താൻ പറ്റും എന്ന ഒരു പ്രതീക്ഷ അവർ വെച്ചു പുലർത്തുമ്പോൾ
കുടുംബവും കാത്തിരിക്കുന്നതാണ്. അർജുന്റെ സഹോദരൻ ഇവിടെയുണ്ട്, ജിതിൻ ഉണ്ട്, ബനാഫ് ഉണ്ട്. അവരെല്ലാം കാത്തിരിക്കുന്നത് അതിനുവേണ്ടിയാണ്. അവരുടെ വീടിൽ ടെലിവിഷൻ നോക്കി അത്തരത്തിൽ ഓരോ വിവരങ്ങളും അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നമുക്കറിയാം, പെട്ടെന്നൊന്നും എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ശിരൂർ എന്ന് പറയുന്നത്. അത്രത്തോളം ദൂരം താണ്ടി വേണം ഇവിടത്തേക്ക് എത്താൻ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ മലയാളികളായ ആൾക്കാർക്ക് ഇവിടെ വന്ന് ഈ രക്ഷാദാത്യമൊക്കെ കാണാനോ ഇതിനെക്കുറിച്ച് വിവരം അറിയാനോ സാധിക്കാത്തൊരു ഘട്ടമുണ്ട്. ടെലിവിഷനാണ് അവരുടെ മെയിൻ പ്രധാനപ്പെട്ട ഉപാധി. നമ്മൾ കൊടുക്കുന്ന വാർത്തകൾ, അത് സത്യസന്ധമായ വിവരങ്ങൾ, കൃത്യമായ വിവരങ്ങൾ, അതാണ് കുടുംബത്തിനും ആശ്രയം. നമ്മൾ നൽകുന്ന ഓരോ വിവരങ്ങളും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രതീക്ഷകളും ആശകളുമാണ് നമ്മൾ നൽകുന്നത്. കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ വാർത്ത, കൃത്യമായ വിവരങ്ങൾ മാത്രമാണ് നമ്മളും ഇവിടെ നിന്നും നൽകാൻ ആഗ്രഹിക്കുന്നതും. എന്തായാലും കൂടുതൽ പോലീസ് ഈ ഭാഗത്തേക്ക് വരുന്നുണ്ട്. അവർ ഇവിടെ ഒരുപക്ഷെ ഇത് ദേശീയപാത ഇപ്പോൾ ഗതാഗതത്തിനായി തുറന്നുകൊടുത്ത ഒരു സാഹചര്യമുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ദേശീയപാതയിലുള്ള ഗതാഗതം തടസ്സപ്പെടാൻ പാടില്ല എന്നതുകൊണ്ടായിരിക്കാം. ഒരുപക്ഷെ പോലീസ് നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കാം, വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യുന്നതിന് നിയന്ത്രണം ഉണ്ടായിരിക്കാം. പക്ഷേ ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങൾക്ക് ഇവിടെ വിലക്കുള്ളതായി നിലവിൽ അറിയിപ്പില്ല. മാധ്യമങ്ങൾക്ക് ഇവിടെ ഇന്നലെ കൃത്യമായി ഈ സ്ഥലത്ത് നമുക്ക് നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ സമയങ്ങളിലൊന്നും ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് ഇവിടെ പ്രവേശിക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. അത് നമ്മൾ പലപ്പോഴും കണ്ടതാണ്. വലിയ തോതിൽ അപകട ഭീഷണി ഉയർത്തുന്ന ഒരു സ്ഥലമാണിത്. വലിയ മണ്ണിടിച്ചിലിന് ആ സമയത്ത് സാധ്യതയും ഉണ്ടായിരുന്നു. ഏതായാലും നിലവിൽ അത്തരത്തിലുള്ള സാഹചര്യം ഒന്നും തന്നെയില്ല. മണ്ണിടിച്ചൽ ഭീഷണി ഒന്നും ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. ഇനി എന്ത് കാരണം പറഞ്ഞാണ് മാധ്യമങ്ങൾ ഇവിടുന്ന് മാറ്റി നിർത്തുക എന്നറിയില്ല. ഏതായാലും അത്തരത്തിലുള്ള അറിയിപ്പൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ജില്ലാ ഭരണകൂടം നേരിട്ട് ഇടപെട്ടുള്ള തെരച്ചിലുമല്ല ഇന്ന് നടത്തുന്നത്. അത് ഇന്ന് MLA സതീഷ് സാൽവയുടെ അദ്ദേഹത്തിന്റെ മാത്രം അദ്ദേഹം മാത്രം മുൻകൈ എടുത്തുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തെരച്ചിലാണ് നടത്തുന്നതെന്ന് വേണം പറയാൻ. എന്നാലും മാൽപ്പെ അദ്ദേഹം വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന ഒരു കാഴ്ച നമ്മൾ രാവിലെ ഇന്ന് നമുക്ക് ന്യൂസ് 8 പ്രേക്ഷകർക്ക് എത്തിക്കാൻ സാധിച്ചു. അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് എത്തിക്കാൻ സാധിച്ചു. ഒപ്പം ജിതിൻ അവരുടെ വലിയ പ്രതീക്ഷയും നമുക്ക് പ്രതികരണം എത്തിക്കാൻ സാധിച്ചു. ഏതായാലും കുടുംബം വലിയ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഉണ്ടായ വലിയ പ്രതീക്ഷ ഇന്നും വെച്ചു പുലർത്തുന്നു. നിർണായക മണിക്കൂറുകൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അല്പസമയത്തിനകം തന്നെ മാൽപ്പിയും സംഘം ഇവിടെ എത്തും എന്നാണ് ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അവരുടെ 5-6 പേരടങ്ങുന്ന ആ സംഘം ലോറിക്കരിയിലേക്കുള്ള അവരുടെ രക്ഷാദൌത്യം ആരംഭിക്കും. ലോറി കണ്ടെത്താനുള്ള അവരുടെ ശ്രമം ഇന്ന് ആരംഭിക്കും. അതിനകത്ത് പിന്നീട് അർജുൻ ഉണ്ടോ എന്ന് അറിയുകയാണ് ഏറ്റവും പ്രധാനം. അതായിരിക്കും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവരുടെ ദൌത്യ സംഘത്തിന്റെ ലക്ഷ്യവും. ദൌത്യ സംഘത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യവും അത് തന്നെയാണ്. KV ബൈജു സൂചിപ്പിക്കുന്നത് പോലെ ആ ലോറിയിലേക്ക് എത്താൻ കഴിയണം. ആ ലോറിയിൽ അർജുനുണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ ഒരു കുടുംബം ദിവസങ്ങളായി കാത്തു നിൽക്കുന്നു. ഒരു മാസക്കാലമാവുന്നു അർജുനെ കാണാതായിട്ട്. അതിലൊരു വ്യക്തതയും വരാത്ത മട്ടിൽ ആശങ്കയോടുകൂടി ആ കുടുംബം കോഴിക്കോട് കാത്തിരുന്ന് തുടങ്ങിയിട്ട് ഒരു മാസക്കാലമാവുന്നു എന്നുള്ളതാണ്. ശിരൂരിൽ ഉണ്ടായ വലിയ ദുരന്തം, ആ ദുരന്തത്തിൽ അർജുനെ കൂടാതെ 2 കന്നഡികരുമുണ്ട്. അവരെ കൂടി കണ്ടെത്താൻ കഴിയട്ടെ. അവർക്കൊപ്പവും അവരുടെ കുടുംബത്തിന്റെ വികാരത്തിനൊപ്പവും നമുക്ക് നിൽക്കാം. ഈശ്വർ മൽപ്പെ സംഘം സമയത്തിനകം പുഴയിലേക്ക് ഇറങ്ങും. 8:30 ഇവിടെ തെരച്ചിൽ ആരംഭിക്കുമെന്നുള്ളതാണ് ഈശ്വർ മൽപ്പെ നേരത്തെ KV ബൈജുവിനോട് ന്യൂസ് 18 വ്യക്തമാക്കിയത്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകളാണ്, ഒരുക്കങ്ങളാണ് നടക്കുന്നത്. ഇത് സ്ക്രീനിൽ കാണുന്നത് ഇന്നലെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ലഭിച്ച പുഴയിൽ നിന്നും ഈശ്വർ മൽപ്പെ മുങ്ങി എടുത്ത ലോറിയുടെ ജാക്കിയാണ്. ആ ജാക്കിയും ഒപ്പം ലോറിയുടെ ഭാഗങ്ങളുമാണ് കാണുന്നത്. അതായത് ആ ലോറിയുടെ തന്നെയാണ് എന്നുള്ളതാണ് മനാഫും വ്യക്തമാക്കിയത്. റൈറ്റ്. അപ്പോൾ എന്താണെങ്കിലും അല്പസമയത്തിനകം തെരച്ചിൽ ആരംഭിക്കാൻ പോവുകയാണ്. തെരച്ചിലിനുള്ള സമയമായി. ഇന്ന് തന്നെ നമുക്ക് അർജുനിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയും പങ്കുവെക്കാം. മോർണിംഗ് വൈബ്സ് വീണ്ടും നാളെ രാവിലെ 7 മണിക്ക് എത്താം. ഇന്ന് തൽക്കാലം ഇവിടെ പറയുന്നു. ബൈ. WCC കൂടി ഹർജിയിൽ കക്ഷി